കൈലാസം വാഴുക ശ്രീകൈലാസം വാഴുക അച്ഛൻ പരമേശ്വരനും വാഴുക അമ്മ പാർവതി അല്ലെങ്കിൽ മാതാവും വാഴുക അവരായിരിക്കുന്നല്ലോ വാർത്തും പുലർന്നും മറയിരിക്കുന്നു ഒരു കാലത്ത് ഭൂമി ലോകത്ത് പുത്തിടിയുന്നു വെട്ടുന്നല്ലോ പുതുമായി മഴകൾ കോരിച്ചൊരിഞ്ഞു വണ്ടും തുമ്പി വാണാർത്തന്മാരൊക്കെ മലയിൽ നിന്നും കടലിലാവോളം കടലിൽ നിന്നും മലയിലാവോളം പാടി ഇളകുമ്പോ പാർവതി മാതാവ് അച്ഛനോട് നിന്നു അരുളി ചെയ്ത് കണ്ടുവല്ലയോ എൻ്റെ പരമേശ്വര നിങ്ങളല്ലേ അനുകുല മന്ദിരാണ്ടത്തെ കാലമായില്ലേ കെട്ടുനായാട്ട് പള്ളി വേട്ട പകൽ നായാട്ടിന് വഴി പോയിട്ട് ആയത് കൊണ്ട് നിങ്ങൾ ഒരു നാളത്തെ പള്ളി വേട്ട പകൽ നായാട്ടിനായി ഭൂമിരാഗത്തോടെ ഒന്ന് വഴി പോകണം പരമേശ്വര നിങ്ങളൊരു കുളികുറി ദേവാരിതങ്ങൾ കഴിഞ്ഞു എന്ന് വന്നാലേ നിങ്ങൾക്ക് ഞാനൊരു മാൽപ്പൊടി പൂജാദിനയ വ്രതോത്തുകളൊക്കെ ഈടൊരുക്കി വയ്ക്കാമെന്നങ്ങനെ മാതാവരുൾ ചെയ്ത് കാണുന്ന ഒരു കാലം ണ്ടല്ലോ കുളികുറി ദേവാരിതങ്ങളും കഴിഞ്ഞു പോരുന്നു പാർവതി മാതാവിൻ്റെ വലം കയ്യാലെ അന്നമൃതഭോജനങ്ങളൊക്കെ ഏതും കഴിഞ്ഞു ഒരു ചൂലം പാവോട് പങ്ങയാലേതും കഴിഞ്ഞു മാതാവിനോട് യാത്രയും കിടഞ്ഞു 6 നാഴേക്ക് 100 ഗാധം മൂടുന്ന വെള്ള കുതിര തന്റെ പുറത്ത് ചാടി കരകൊണ്ടു പരമേശ്വര ഭഗവാനല്ലേ കറുമ്പൻചോത്തൻ വെള്ള എന്നിങ്ങനെ പാണ്ഡൻ എന്നിങ്ങനെയുള്ളതാണല്ലോ പിണിനായിക്കളെ കയറിട്ടു പിടിച്ചു മൂത്തുള്ളാടൻ മുല വന്നായാടിയെ കൂട്ടിനും വിളിച്ചു പരമേശ്വര ഭഗവാൻ ഒരു നാളത്തെ പള്ളി വേട്ട പകൽ നായാട്ടിനായി ഭൂമിലോകം നോക്കി വഴി പോകുമ്പോ ഇന്ദ്രാലോകങ്ങളും കടന്നു ചന്ദ്രാലോകങ്ങളും ദേവലോകങ്ങളും കടന്നു വഴി പോകുമ്പോ അത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെറുമാൻ കുന്നും വാഴുക കൂളിക്കുന്നും വനം വാഴുക കൂളിക്കുന്നും വനത്തിൽ കൂളിവാകം പറയുന്ന കാട്ടാളത്തി ചെറുവെള്ളോത്തി പെണ്ണ് പെൺകിടാവ് ഇന്നലെ പെയ്ത മഴയ്ക്ക് താനെ മുളച്ച കണ്ണകിഴങ്ങ് ചാവാലിക്കിഴങ്ങുകളൊക്കെ കുത്തിയും മാന്തിയും കൊണ്ടുപോന്നു കൂളിവാക അവരുടെ കോരാങ്കൊട്ടയിൽ നിറവ് ചെയ്തു ഇളം വരിക്കപ്ലാവിന്റെ പുസ്തണലിൽ വളർകുമ്പും പിടിച്ചു നിലവ് നിൽക്കുമ്പോ കൂളിവാക പെണ്ണും നിരന്തു എനിക്ക് വേഗം തന്നെ വഴി പോകണം പുത്തനെന്ന പുതുചിറയിൽ പോയി ഒരു കുളികുറി ദേവാരിതങ്ങളും കഴിച്ചേ മതിയാവുകയുള്ളൂ എന്നും താനേ നിരന്തു കൂളിവാക അവളുടെ കോരാങ്കൊട്ടയാല കൈയൊഴങ്ങി പുത്തനെന്ന പുതുചിറ നോക്കി വഴിയാല വഴി താണ്ടുന്നൊരു കാലം അങ്ങനെ കൂളിവാകുന്നുണ്ടല്ലോ പുത്തനെന്ന പുതുചിറയിൽ അങ്ങനെ മുങ്ങി നീരാടി നിലവ് നിൽക്കുമ്പോ അച്ഛൻ പരമേശ്വര ഭഗവാനുണ്ടല്ലോ ഒരു നാളത്തെ പള്ളി വേട്ട പകൽ നായാട്ടിനായി എറ്റി കണ്ണം ഞെറ്റേന് ചങ്ങനം പാറ ചെണ്ണ കുത്തും കരിനീലി പുഷ്പം വലത് ഭാഗത്തോടെ വഴി പോകുമ്പോ അന്നേരത്ത് പുത്തനെന്ന പുതുചിറയിൽ നിന്നു കൂളിവാക പെണ്ണിന്റെ കൊക്കും കുറലോശകളൊക്കെ കേൾക്കുവാനിടവന്നു അപ്പോ നിരന്തു പരമേശ്വരൻ ഇത് മാനോ മറിമാനോ ചെറുജനപ്പുലിയോ കാട്ടുപന്നിയോ കാട്ടുകോഴിയോ എന്നറിയില്ലല്ലോ എന്നും നിരന്തു പരമേശ്വര ഭഗവാൻ അമ്പ് ചെയ്യുവാനും കൊലപ്പെടുത്തുവാനും നിലവ് നിൽക്കുമ്പോ കൂളിവാക പെണ്ണ് പരമേശ്വര ഭഗവാനോടും പറഞ്ഞു അയ്യോ എന്റെ പരമേശ്വര പക്ഷിയെ പറത്തല്ല പ്രാവിനെ കൊല്ലല്ലേ പെണ്ണുങ്ങളെ അമ്പു ചെയ്യല്ലേ പെൺശാപങ്ങളും നിങ്ങൾ കയ്യേൽക്കരുത് പരമേശ്വര ഭഗവാനേ എന്നതിനെ കേൾക്കുമ്പോ ഭഗവാനും ചോദിച്ചു മോളെ നീ എന്തിനെ കൊണ്ടും ഏതിനെ കൊണ്ട് ദുഃഖിക്കുന്നു ക്ലേശിക്കുന്നു അപ്പോ പറഞ്ഞു കൂളിവാക ഞാനൊരു കുളികുറി ദേവാരഥത്തിന് പുത്തനെന്ന പുതുചിറയിൽ മുങ്ങി നീരാടുമ്പോ പെട്ടെന്നൊരു കാറ്റും കലിയും കലിയുടെ പിറപ്പും വന്നു എന്റെ കൊമ്പുപുറം മീതെ പറന്നു പുത്തനെന്ന പുതുചിറയിൽ മുങ്ങിത്താന്നു പോയി പരമേശ്വര എന്നരുളി ചെയ്ത് കാണുന്ന ഒരു കാലം ആഭരണങ്ങളൊക്കെ മുങ്ങി തപ്പിയെടുത്തു തന്നു എന്ന് വന്നാലേ ആയതിൽ നിന്നും
മൊത്തം പകുതി തരുവാനും കുറ്റം കുറവില്ല പരമേശ്വര എന്നതിനെ കേൾക്കുമ്പോ ഭഗവാനല്ലേ വെള്ളക്കുതിര തന്റെ പുറത്തു നിന്ന് കീഴടങ്ങുന്നല്ലോ. പുത്തനെന്ന പുതുചിറയിലേക്കെടുത്തൊരു ചാട്ടം ചാടി കൂളിവാക പെണ്ണിന്റെ വെണ്മ പൊന്നും മെയ്യാഭരണങ്ങളൊക്കെ മുങ്ങി തപ്പിയെടുത്തു. അപ്പോ പറഞ്ഞു കൂളിവാക കേട്ടുകൊണ്ടാലും പരമേശ്വര നിങ്ങൾക്ക് വേണ്ടുന്ന നാടശീലയാഭരണങ്ങളൊക്കെ ആയതിൽ നിന്നും മൊത്തം പകുതി എടുത്തുകൊണ്ടാലും എന്നും പറയുമ്പോ കൂളിവാക പെണ്ണിനോട് ഭഗവാനും പറഞ്ഞു എനിക്ക് നിന്റെ ആടശീലയാഭരണങ്ങളൊന്നും മഴകല്ലടി ചേർത്തയല്ല കൂളിവാകേ. നീ നിന്റെ ആടശീലയാഭരണങ്ങളൊന്ന് മാറിപ്പകർന്നെടുക്കണം ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞു ഭഗവാനല്ലേ മറഞ്ഞൂറ് കോണിൽ ചെന്നു ഒളിച്ചു നോക്കുന്നൊരു നേരത്ത് കൂളിവാക പെണ്ണുണ്ടല്ലോ അവളുടെ ആടശീലയാഭരണങ്ങളൊക്കെ മാറിപ്പകർന്നെടുക്കുന്നത് കാണുമ്പോ അച്ഛൻ പരമേശ്വരന് ആയ മോഹങ്ങളും പ്രണയാമോഹങ്ങളൊക്കെ തോന്നി. കൂളിവാക പെണ്ണിനെ തീണ്ടുവാനും കൈപിടിക്കുവാനും ആയ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാനായി അങ്ങനെ അരുവിടത്ത് ചെല്ലുമ്പോ കൂളിവാക പെണ്ണ് അച്ഛനോട് നിന്നരളി ഇത് കാണുന്നൊരു കാലം കൂളിവാക പെണ്ണും പറഞ്ഞു ഭഗവാനോട് തൊട്ടുപോകല്ല പരമേശ്വര തീണ്ടിപ്പോകല്ല പരമേശ്വര നിങ്ങളെന്ന് വന്നാലേ ദേവകുലത്തിൽ പിറന്ന ആദിശ്രീ മഹാദേവനല്ലേ ഞാനെന്ന് വന്നാലേ കീഴ്കുലത്തിൽ പിറന്ന കാട്ടാളത്തി പെണ്ണ് വെണ്ടിടാവ് ഞാനായിരിക്കുന്നു എന്നെ നിങ്ങൾ തൊട്ടു തീണ്ടി താണ്ടി വഴി എന്ന് വന്നാലേ നിങ്ങൾക്കുണ്ടല്ലോ പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടിനൊരു കൂറ്റം വരുവാനുണ്ട്. ആയതിനെ കേൾക്കുമ്പോ ഭഗവാനും പറഞ്ഞുവല്ലയോ എന്റെ കൂളിവാകെ ആർക്കെങ്കിലുമൊക്കെ ആയ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നുമ്പോ ജാതിഭേദങ്ങൾ നോക്കാറില്ലടി കൂളിവാകെ കറുത്തതാണോ വെളുത്തതാണോ എന്നും നോക്കാറില്ല. ഇതിനെ കേൾക്കുമ്പോ കൂളിവാക പെണ്ണും പറഞ്ഞു അയ്യോ ഇത് എന്ത് ഘട്ടം കലിയുഗമാണ് ബ്രഹ്മാവേ എന്നെ സൃഷ്ടിച്ച ശ്രീമഹാദേവനല്ലേ എന്നെ കണ്ടുവായ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നിയത് ആയത് കൊണ്ട് അച്ഛനോടൊരു നുണ ചതി വഞ്ചന ഉരുട്ട് കള്ളം പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് കൂളിവാക മനസാല നിലന്തു നിലനിൽക്കുന്നൊരേ കാലം അന്നേരത്തുണ്ടല്ലോ കൂളിവാക പെണ്ണും പറഞ്ഞു അല്ലയോ പരമേശ്വര ഭഗവാനെ നിങ്ങളുണ്ട് പകൽ പറന്ന പള്ളിവേട്ട പകൽ നായാട്ടിന് വഴി പോയി എന്ന് വന്നാലേ പള്ളിവേട്ടയും കഴിഞ്ഞു കൂളിക്കുന്നും വനത്തിലൂടെ തിരിച്ചു പോരുമ്പോ ഇന്ന് തോന്നിയിട്ടുള്ള ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ ഞാൻ വേണ്ടുവോളം തീർത്തു തന്നിരിക്കാം ഭഗവാനെ എന്ന് കൂളിവാക അച്ഛനോട് കൈയിടിച്ചു സത്യം പറഞ്ഞു ഒരു നേരത്ത് കൂളിവാക പെണ്ണ് പറഞ്ഞ വാക്ക് വചനങ്ങളൊക്കെ സത്യം പരമാർത്ഥം എന്നും നിരന്തേതു ഭഗവാനല്ലേ കിഴക്കുതിച്ച ഉദയനാർഗിരി മലപർവ്വതത്തോടെ കടന്നു ചെല്ലുന്നു. അന്നേരത്ത് കൂളിവാക പെണ്ണും നിരന്തു എനിക്ക് വേഗം തന്നെ കൈലാസത്ത് ചെന്ന് പാർവതി മാതാവിനോട് ഈ കാര്യമൊന്നുണർത്തിക്കണം എന്നും നിരന്തു കൂളിവാക അവളുടെ നേരത്ത് കൂളിക്കുന്നും വനങ്ങളൊക്കെ അടച്ചു പൂട്ടുന്നല്ലോ കൈലാസം പത്തേ മാനമെന്ന പൊന്നും പോർപടിയോടെ കൂളിവാക കൂളിക്കുന്നും വനത്തിൽ നിന്നും വഴിയാല വഴി താണ്ടുന്നൊരു കാലം ണ്ടല്ലോ കൂളിവാക പെണ്ണ് കൈലാസത്തോളം കടന്നു ചെന്നു. അമ്മ പാർവതി മാതാവിനെ നേടി നേടി വിളി പകർന്നു. അപ്പോ പാർവതി മാതാവ് കൂളിവാക പെണ്ണിനെ കണ്ടറിഞ്ഞു. പെൺകിടാവിനോടും ചോദിച്ചു മോളെ നീ എന്തിനെ കൊണ്ട് കൈലാസത്തോളം വഴി പോന്നു? അപ്പോ പറഞ്ഞു കൂളിവാക കേട്ടുകൊണ്ടാലും എന്റെ പാർവതി മാതാവേ നിങ്ങളുടെ അച്ഛൻ പരമേശ്വര ഭഗവാനുണ്ടല്ലോ പകൽ പിറന്നുള്ള പള്ളിവേട്ടയ്ക്ക് വഴി പോയപ്പോ എന്നെ കണ്ടുവായ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നി
എന്നെ തൊടുവാനും തൊട്ടു തീണ്ടി താണ്ടുവാനും വന്നു. ഇതുകൊണ്ട് അച്ഛനോടൊരു നുണചതി വഞ്ചന പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടുള്ള പള്ളിവേട്ടയും കഴിഞ്ഞു കൂളിക്കുന്നും വനത്തിലൂടെ വഴി പോരുമ്പോ അന്ന് തോന്നിയിട്ടുള്ള മോഹങ്ങള് തീർത്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് മാതാവേ. ആയത് കൊണ്ട് എനിക്കിതിനുള്ള ഒരംഗോപദേശം ചൊല്ലി പറഞ്ഞു തന്നേ മതിയാവുകയുള്ളൂ എന്നരളി ചെയ്ത് കാണുന്ന ഒരു കാലം. നേരത്തുണ്ടല്ലോ പാർവതി മാതാവ് കൂളിവാക പെണ്ണിനോടും പറഞ്ഞു, എടിമോളെ കൂളിവാകെ നീ ദുഃഖിക്ക വേണ്ട, ക്ലേശിക്ക വേണ്ടടി പെണ്ണ്. ഇതിനുള്ള ഒരംഗോപദേശം ഞാനൊന്നു കണ്ടിട്ടുണ്ടടി. ഇത് കൊണ്ട് നീ കൈലാസത്തും നിറയിരിക്കണമോ. ഞാനൊന്ന് വൈകുണ്ഠത്തോടെ വഴി പോകട്ടെ. വൈകുണ്ഠനാഥൻ വിഷ്ണു തിരുവടിയാള് നല്ലച്ഛനുണ്ടല്ലോ. എനിക്കിതിനുള്ള ഒരംഗോപദേശം ചൊല്ലി പറഞ്ഞു തരാതിരിക്കില്ലടി കൂളിവാകെ എന്നും പറഞ്ഞു മാതാവ്. കൂളിവാകെ പെണ്ണിനെ കൈലാസത്തറയിരുത്തുന്നല്ലോ. അങ്ങനെ വൈകുണ്ഠത്തോളം വഴി ചെല്ലുന്നോര് നേരത്തുണ്ടല്ലോ വിഷ്ണു തിരുവടി നാരായണമൂർത്തിയല്ലേ മാതാവിനെ കണ്ടറിഞ്ഞു. അന്നേരത്ത് മാതാവിനോട് ചോദിച്ചു, അല്ലയോ മാതാവി, നിങ്ങൾ എന്തിനെ കൊണ്ട് ദുഃഖിച്ചു ക്ലേശിച്ചു കൈലാസത്തോളം വഴി പോന്നു? അപ്പോ പറഞ്ഞു പാർവതി മാതാവ്, കേട്ടുകൊണ്ടാലും എന്റെ ഭഗവാനെ, നമ്മളുടെ അച്ഛൻ പരമേശ്വര ഭഗവാനുണ്ടല്ലോ, പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടിന് വഴി പോയപ്പോ ഏതോ ഒരു ആദിമകൾ കാട്ടാളത്തെ പെണ്ണിനെ കണ്ടുവായ മോഹങ്ങളും പ്രണയാമോഹങ്ങളൊക്കെ തോന്നി. അവള് തൊടുവാനും തൊട്ടു തീണ്ടി താണ്ടുവാനും ചെന്നപ്പോ ആ പെൺകിടാവ് അച്ഛനോടൊരു നുണചതി വഞ്ചന പറഞ്ഞിട്ടുണ്ടെന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്ന ഒരേ കാലം. നേരത്തുണ്ടല്ലോ വിഷ്ണു ഭഗവാനല്ലേ കൂളിവാക പെണ്ണിനെ നേരത്ത് പാർവതി മാതാവിനോടും പറഞ്ഞു, അല്ലയോ എന്റെ മാതാവേ, നിങ്ങളെ ദുഃഖിക്കല്ലേ, ക്ലേശിക്ക വേണ്ട. ഇതിനുള്ള രംഗോപദേശം ഞാനൊന്ന് ചൊല്ലി പറഞ്ഞു കൊള്ളട്ടെ എന്നും പറഞ്ഞു വിഷ്ണു ഭഗവാൻ പാർവതി മാതാവിനോടും പറഞ്ഞു, നിങ്ങൾ വേഗം തന്നെ ആ കാട്ടാളത്തി പെണ്ണു കൂളിവാക പെണ്ണിന്റെ മായാവേഷങ്ങളൊക്കെ അവതരിത്തു. കൂളിക്കുന്നും വനത്തിലൂടെ വഴി പോകണം. അച്ഛൻ പരമേശ്വരൻ തിരുവടിയാള് നല്ലച്ഛന് പള്ളിവേട്ടയും കഴിഞ്ഞു കൂളിക്കുന്നും വനത്തിലൂടെ വഴി പോകുമ്പോ നിങ്ങളെ കണ്ടു കൂളിവാകയെന്നും മികം തോന്നട്ടെ. കൂളിവാക പെണ്ണിൽ തോന്നിയ ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ വേണ്ടുവോളം വേണ്ടുവോളം തീർക്കട്ടെ മാതാവേ. എന്റെ മായത്താലും അച്ഛന്റെ ബീജത്താലും നിങ്ങൾക്ക് ആയുസ്സുള്ളൊരു ഉണ്ണി മകൻ പിറക്കും. ആ മകൻ പിറന്നു എന്ന് വന്നാല് കൈലാസത്തോളം കൊണ്ടുപോകണം എന്ന് വാഴിച്ചു വരങ്ങളൊക്കെ കൊടുത്ത് കാണുന്നൊരു കാലം. അങ്ങനെ പാർവതി മാതാവുണ്ടല്ലോ കൂളിവാക പെണ്ണിന്റെ മായാവേഷങ്ങളൊക്കെ ഒന്നു അവതരിക്കുന്നല്ലോ. കൂളിക്കുന്നും വനത്തിലൂടെ വഴിയുന്നു. ഒരു പുറം ചണ്ണയിട്ടിരുന്ന് ഇരുപുറം ചപ്പും ചവറും മാന്തിയും കുത്തിയും നോക്കുന്നു. ഒരു നേരത്ത് അച്ഛൻ പരമേശ്വര ഭഗവാനുണ്ടല്ലോ കിഴക്കുതിച്ച ഉദയനാർഗിരി മലപർവ്വതത്ത് പള്ളിവേട്ട പകൽ നായാട്ടുകളൊക്കെ തുടങ്ങി കാണുന്നല്ലോ. അന്നേരത്ത് കാലരാമുക്കാൽ നാഴിക നേരം സമയം ചെല്ലുമ്പോ അവിടെയൊന്നും തന്നെ കാണുന്നില്ല. ആനകരടി വാണാർ തത്ത നത്തുമുറത്തല പൂത്താങ്കീരി ഒരു കുഞ്ഞുമുട്ടനാടിനെ പോലും കാണാത്ത വഴിമൂലം കൊണ്ട് പരമേശ്വര ഭഗവാനല്ലേ വള്ളിവേട്ടയും മുടക്കം ചെയ്തു. കൂളിക്കുന്നും വനത്തിലൂടെ വഴി പോകുമ്പോ കൂളിവാക പെണ്ണിന്റെ മായാവേഷങ്ങളൊക്കെ അവതരിത്ത പാർവതി മാതാവിനെ കണ്ടറിഞ്ഞു. ഇതല്ലേ കൂളിവാകയെന്നും നിനന്തു മഞ്ഞിരിളെ ജഗന്തോറ്റുന്നു മഞ്ഞ നേരത്ത് മാരിരിളെ ജഗന്തോറ്റുന്നല്ലോ. പ്രകൃതിക്കൊരു വികൃതി തൽക്ഷണം വരുത്തി
മഞ്ഞിരുളിലും മാറിരുളിലും വെച്ചു പരമേശ്വര ഭഗവാൻ കൂളിവാകപ്പെണ്ണും എന്നും നിരന്തു പാർവതി മാതാവിനെ കയ്യാല കൈയെറിഞ്ഞു. തൊട്ടി തീണ്ടിയായ മോഹങ്ങളും പ്രണയാമോഹങ്ങളൊക്കെ വേണ്ടുവോളം വേണ്ടുവോളം അങ്ങനെ പൊടി തകർത്ത് കാണുന്നു ഭഗവാനെ. അങ്ങനെ ഭഗവാനുണ്ടല്ലോ വേഗം തന്നെ അവിടെ നിന്നും വഴി മറഞ്ഞു വഴി പോകുമ്പോ അമ്മ പാർവതി മാതാവ് അച്ഛന്റെ ബീജത്തെ ആവാഹിച്ചെടുത്തു. മന്ത്രതുണ്ടം മാമാരുതുണ്ടം വഴക്കിനെയായി ഏകം തോട്ടി എണ്ണ കൊത്തുന്ന യാവാനൻ മണവുറക്കറ നല്ല പാതാളത്തിൽ കൊണ്ടുവച്ചടച്ചു പൂട്ടുന്നല്ലോ. അന്നേരത്ത് പാർവതി മാതാവ് കൈലാസത്ത് കടന്നു ചെന്നു. കൂളിവാകെ പെണ്ണിനോടും പറഞ്ഞു, ഇടിമോളെ കൂളിവാകെ, നീ വേഗം തന്നെ കൂളിക്കുന്നും വനത്തിൽ വഴി പോയി കണ്ണകിഴങ്ങ് ജാവാലിക്കിഴങ്ങുകളൊക്കെ അമൃതിനെ കഴിച്ചു എന്ന് വന്നാൽ ഇതിനൊക്കെയുള്ള ഒരു ആയുസുള്ള ഒരു ഉണ്ണി മകൻ പറക്കും. ആ മകൻ പറന്നു ഇന്ന് വന്നാല് ആ മകനെ കൈലാസത്തോളം കൊണ്ടുപോരണമെന്ന് പാർവതി മാതാവ് കൂളിവാക പെണ്ണിനോടരുളി ചെയ്യുന്നു. ഒരു നേരത്തുണ്ടല്ലോ കൂളിവാക കൈലാസത്ത് നിന്നും വഴി പോരുന്നല്ലോ. കൂളിക്കുന്നും വനത്തിലൂടെ വഴി ചെന്നു. ഒരു പുറം ചണ്ണയിട്ടിരുന്ന് ഇരുപുറം ചപ്പും ചവറും മാന്തിയും നോക്കുമ്പോ ഒന്നല്ല കുറമന്ത്രതുണ്ടം മാമാരതുണ്ടം പഴക്കണികളൊക്കെ കിട്ടി. ഇതിൽ നിന്നൊരു പഴക്കിനി അമൃതനെ കഴിക്കുമ്പോ കൂളിവാക പെണ്ണിന് നീറ്റിൽ തീണ്ടായ്മതെന്ന് തോന്നുന്നല്ലോ. അന്നേക്കൊന്നാകുന്ന മാസത്തിൽ കൂളിവാക പെണ്ണിന് ഗർഭം ഉണ്ടയോ ഇല്ലയോ എന്ന് ഒരിടപഴക്കം സംശയങ്ങളൊക്കെ തുടങ്ങുന്നല്ലോ. മൂന്നാകുന്ന മാസത്തില് കൂളിവാക പെണ്ണിന്റെ മുതു പറക്കുന്നു. നാലാകുന്ന മാസത്തില് വെട്ടിവെച്ച നാക്കില പോലെ ഗർഭം വടി പറന്ന് കാണുമ്പോ അന്നേരത്ത് ആറാകുന്ന മാസത്തില് പാരാറുണ്ണി പൈതലായി ഉരുതിരിഞ്ഞു. ഏഴാകുന്ന മാസങ്ങളും കടന്നു. 8-9 മാസങ്ങളൊക്കെ നിറവൃതി കൂളിവാക കൂളിക്കുന്നും വനത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോ കൂളിവാക പെണ്ണിനെ വെറ്റി കിടക്കുവാൻ ഒരു പോർമാടകമെന്ന് തോന്നുന്നില്ല. വയറു പിടിക്കുവാനുള്ള വയറ്റാട്ടി മാതാവും ഇല്ല. അന്നേരത്ത് കൂളിവാക നൊന്തും പിടിപെട്ടു നിലനിൽക്കുമ്പോ കൂളിക്കുന്നും വനത്തിൽ കൂളിവാക പെണ്ണിനെ പെറ്റിക്കിടക്കുവാനുള്ള ഈറ്റില്ലമ്പോർമാടകമെന്ന് തോന്നി. ഈറ്റില്ലമ്പോർമാടകത്തിന്റെ വലതുഭാഗേ നിൽക്കുന്ന നാഗവള്ളി കരിമ്പന വയറ്റാട്ടി മാതാവെന്ന് തോന്നുന്നല്ലോ. പിടിവാർ വള്ളിയാലെ കൂട്ടി പിടിച്ചു കൂളിവാക മുട്ടുകുത്തി അങ്ങനെ നിലനിൽക്കുമ്പോ കൂളിവാക പെണ്ണിന് കട്ട് 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 കിട്ടുന്നരെ നോവ് വരുന്നൊരേ കാലം. അങ്ങനെ കൂളിവാക പെണ്ണിനെ കട്ടുകെട്ടുന്നരെ നോവ് വരുന്നല്ലോ. ഓരരിശം നൊന്തുന്നുവേ വിളി പകർന്ന് കണ്ടു കൂളിവാക. 6 നൊന്തുന്നുവേ വിളി പകർന്നു കാണുമ്പോ കൂളിവാക പെണ്ണ് കൂളിക്കുന്നും കാണ്ടികം ദിവസത്തിലല്ലേ 10 മാനമെന്ന ഭൂമി സ്ഥലത്ത് 10,335 പാറാറുണ്ണി പരമക്കളെ പെറ്റു 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 ഒന്നുക്കും പിന്നാലെ മക്കളെ ഓരോരോ മക്കളെ കൂളിവാക പെറ്റു പ്രസവം കഴിഞ്ഞു കാണുമ്പോ എന്നിട്ടും കൂളിവാക പെണ്ണിന്റെ അണിവയറൊട്ടും മുഴിഞ്ഞു കാണുന്നില്ല. അന്നേരത്ത് കൂളിവാക പെണ്ണും നിനന്തു, എന്റെ അണിവയറ്റിൽ വല്ല കല്ലാണോ മുട്ടിയാണോ, വെമ്പാലമൂർക്കന്റെ കുഞ്ഞോ, ഉടുമ്പിന്റെ കുഞ്ഞോ, ചേരക്കുഞ്ഞോ, പൂച്ചക്കുഞ്ഞോ എന്നറിയില്ല ബ്രഹ്മാവേ എന്നും നൊന്തു വേഗം തന്നെ കൂളിവാകാം. നിലനിൽക്കുമ്പോ കൂളിവാക പെണ്ണ് കൂളിക്കുന്നും കാണ്ടികം തപസിലല്ലേ 10 മാനമെന്ന ഭൂമി സ്ഥലത്ത് അറുത്തു വെച്ച നേന്ത്രവാഴക്കുരു നിലയിൽ ആയസുള്ളൂരു ആരോമനുണ്ണിവന മകനെ മൂടൽ ശീലയാല കൂളിവാക പെറ്റു പ്രസവം കഴിഞ്ഞു കാണുന്നു കൂളിവാക. അങ്ങനെ കൂളിവാക പെണ്ണുണ്ടല്ലോ മൂടൽ ശീലയാലെ പിളർന്നു നോക്കുമ്പോ
മിന്നിൻ പൊന്നിൻ കിരീടം കിളതലമണിയും നൽപതക്കം പ്രസന്നം കന്ദർപ്പകാന്തി ചിന്തും മുഖകമലം മഹോകോടി സൂര്യപ്രകാശം കാലിക്കോലും കപാലം കരമലണിയിൽ ശോഭിതം കൃഷ്ണവർണം ലീലാകാരം ജഗന്മോഹിതം ശിവവിമലം ശ്രീവിഷ്ണു നേരത്തും പോത്തിൻ പുറത്ത് അറിയിരിക്കുന്ന മകനെ കണ്ടറിഞ്ഞു കൂളിവാക ഇരുകൈകളാലെ കൂപ്പി തൊഴുതു വന്ദനയും കഴിഞ്ഞു മൂന്നിനോട് പടം കിടന്നു കൂളിവാക നാലിനോട് പടം കിടന്നു ഏറ്റപ്പലമാലായ്മയും കഴുകി കളഞ്ഞു 20 കഴിഞ്ഞു 28 നാള് അന്നാള് മുന്നാളുകളൊക്കെ ഉണ്ണി മക്കൾക്ക് വന്നീരെടുക്കുമ്പോ കൂളിവാക പെണ്ണും നിനന്ത് കണ്ടു ഈ കണ്ട പാറുണ്ണിവര മക്കളെ ഞാൻ പെറ്റു പ്രസവം കഴിഞ്ഞു ആയത് കൊണ്ട് മക്കൾക്ക് 28 നാളും പേർവിളികളൊക്കെ വന്നല്ലോ ഭഗവാനെ ഈ മക്കളെ കൈലാസത്തേക്ക് കൊണ്ടുപോകണം അച്ഛൻ പരമേശ്വര ഭഗവാന്റെ വലത് കയ്യാലെ മക്കളെ നൂലും നൂലരഞ്ഞാണം കിട്ടിനാൽ പേർ കൂട്ടി വിളിക്കണം എന്നും നിരന്തു കൂളിവാക വേഗം തന്നെ അമക്കാട്ടിലേക്ക് കടന്നു അമയാലെ വെട്ടിയെടുത്തു ചൂരൽ കാട്ടിലേക്ക് കടന്നു ചൂരലാലെ വെട്ടിയെടുത്തു കൂളിവാക ചെറുതായിട്ടുള്ളൂർ മാനാംകൊട്ട കോറാംകൊട്ടകളൊക്കെ നെയ്തെടുത്തു കൂളിവാക പെണ്ണ് 336 ഓമന മക്കളെയും കൊണ്ട് കൈലാസം പത്തേമാനമെന്ന പൊന്നും പോർപടി നോക്കി മക്കളെ പേര് വിളിക്കുവാനായി കൂളിവാക പെണ്ണ് കൊണ്ടുപോകുന്നൊരേ കാലം അങ്ങനെ കൂളിവാക വഴി നടന്ന് വഴി പോകുമ്പോ അച്ഛൻ കുളിക്കുന്ന തത്താറുന്ന ഉള്ളം തല്ലുവളങ്കു വേരാറ്റിൽ കൊണ്ട് വെറും കുളി കുളിപ്പിക്കുന്നല്ലോ അങ്ങനെ കൂളിവാക പെണ്ണ് രണ്ടാമതും മക്കളെ കോറാങ്കൊട്ടയിൽ നിറവ് ചെയ്തു എടുക്കുമില്ലാതെ എടുക്കേറ്റി നടക്കുമില്ലാതെ നടമാടിക്കൊണ്ട് അച്ഛന്റെ കൈലാസത്തിന്റെ തിരുമുറ്റത്തോടെ കൊണ്ട് കോറാങ്കൊട്ടം ഉണ്ണി മക്കളെ കൊണ്ട് കീഴടക്കുമ്പോ പരമേശ്വര ഭഗവാനും ചോദിച്ചു അല്ലയോ എന്റെ കൂളിവാക പെണ്ണേ നീ എന്തിനെ കൊണ്ടും ഏതിനെ കൊണ്ട് കണ്ട പാറാറുണ്ണിവര മക്കളെയും കൊണ്ട് കൈലാസത്തേക്ക് കൊണ്ടുപോന്നു അപ്പോ പറഞ്ഞു കൂളിവാക അല്ലയോ അച്ഛാ പരമേശ്വര ഈ മക്കൾക്ക് 28 നാളും പേർവിളികളൊക്കെ വന്നല്ലോ ഭഗവാനെ ഈ മക്കളെ അച്ഛന്റെ വലത് കയ്യാലെ നൂലും നൂലരഞ്ഞാണം കെട്ടിനാൽ പേർ കൂട്ടി വിളിച്ചാലേ എത്രയ്ക്കും മഴകും ഭംഗിയാകും ഭഗവാനെ എന്നങ്ങനെ കൂളിവാക അച്ഛനോട് നിന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്നു കൂളിവാക അന്നേരത്തുണ്ടല്ലോ കൂളിവാക പെണ്ണിന്റെ വാക്കോട് വചനങ്ങളൊക്കെ കേട്ടറിഞ്ഞു കൂളിവാക പെണ്ണിനോട് ഭഗവാനും പറഞ്ഞു മോളെ കൂളിവാക ഈ വേഗം തന്നെ പാർവള്ളിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു 336 പാർവള്ളിയാലെ വെട്ടിയെരിഞ്ഞു ഞാരും മുറികളൊക്കെ കളഞ്ഞു വെയിലത്തൊട്ടുണക്കി വെള്ളുവാട്ടം വാട്ടി കൊണ്ടുവന്നു എന്ന് വന്നാലേ ഈ മക്കളെ നൂലും നൂലരഞ്ഞാണം കെട്ടി പേര് വിളിക്കുവാൻ എനിക്ക് കുറ്റം കുറവില്ലടി കൂളിവാകേ ഇതിനെ കേൾക്കുമ്പോ കൂളിവാകാം അവളുടെ കോറാകൊട്ടയാല കൈവഴങ്ങി കൂനന്നരിവാളാല കൈവഴങ്ങുന്നുണ്ട് അങ്ങനെ പാർവള്ളി തോട്ടത്തിലേക്ക് കടന്നു ചെന്നു 336 പാർവള്ളിയാല് വെട്ടിയെരിഞ്ഞു ഞാരും മുറികളൊക്കെ കളഞ്ഞു വെയിലത്തുട്ടുണക്കി വെള്ളുവാട്ടം വാട്ടി അച്ഛന്റെ വലത് കൈയിൽ കൊണ്ടുകൊടുത്ത് കാണുന്നു കൂളിവാകാം അങ്ങനെ കൂളിവാക പെണ്ണുണ്ടല്ലോ വേഗം തന്നെ കൊണ്ടുകൊടുത്തു കാണുമ്പോ പരമേശ്വര ഭഗവാനുണ്ടല്ലോ വേഗം തന്നെ പാർവള്ളിയാലെ ഒരുക്കി വെക്കുന്നുണ്ട് കുളികുറുദേവാരജങ്ങളൊക്കെ കഴിച്ചു പോരുന്നുണ്ടല്ലോ ഭഗവാൻ ആദ്യമുന്നം കിടക്കു നോക്കി ചിത്രത്തരി മണ്ഡപത്തിൽ കയറിയിറയിരിക്കുന്നുണ്ട് അങ്ങനെ കോറാങ്കൊട്ട ഉണ്ണി മക്കളെയും കൊണ്ട് വലതു തുടയോളം ചേർത്തു വെച്ചു ഭഗവാൻ ഓരോരോരോരോരോരോരോ
ഉണ്ണി മക്കളെ ഉന്മടിയിലെടുത്ത് വെക്കുന്നുണ്ട്. കാട്ടുവള്ളി കൊണ്ടും പാർവള്ളി കൊണ്ടും കെട്ടി പേർ വിളിച്ച് കാണുമ്പോ ഒക്കേക്കും ഒടുവിൽ പിറന്ന മകന് കാട്ടുവള്ളി കൊണ്ടും പാർവള്ളി കൊണ്ടും കെട്ടി പേർ വിളിക്കുവാൻ വഴി ചെല്ലുമ്പോ അച്ഛന്റെ മടിയിൽ നിന്നും മുടമ്മടി എഴുന്നേറ്റിരുന്നു. നനുതിനെ പറഞ്ഞു, നിനുതിനെ ചിരിച്ചു. വാടാർത്ത പൈങ്കളെ പോലെ കഥ പുലമ്പുന്നല്ലോ. അച്ഛാ, ശ്രീപരമേശ്വര തിരുവടിയാളെ എന്നെ നൂലും നൂലറിഞ്ഞാണം കെട്ടണമെന്ന് വന്നാല് അച്ഛന്റെ തോളിൽ കിടക്കുന്ന ബ്രഹ്മസമ്പൂണ് നൂലിൽ നിന്ന് മൂന്നിടാ പൂണു നൂല് വലിച്ചു പൊട്ടിച്ചു മുപ്പിരി കൂട്ടി പിരിച്ചു. നവരത്ന കല്ലുകളൊക്കെ കുത്തി കൂർത്തിട ഭാഗം മാശ കാട്ടി വലത് ഭാഗം കൊണ്ട് പൂണു നൂല് കെട്ടി പേർ വിളിക്കണമെന്നടി ചെയ്ത് കാണുന്നോരെ കാലം. അങ്ങനെ പരമേശ്വര ഭഗവാനുണ്ടല്ലോ വേഗം തന്നെ നൂലും ബ്രഹ്മസമ്പൂണു നൂലുകളൊക്കെ വലിച്ചു പൊട്ടിക്കുന്നു, മുപ്പിരി കൂട്ടി പിരിക്കുന്നുണ്ട്, നവരത്ന കല്ലുകളൊക്കെ കുത്തി കോർക്കുന്നുണ്ടല്ലോ. അങ്ങനെ മകന്റെ ഇടഭാഗമാശ കാട്ടി വലത് ഭാഗം കൊണ്ട് പൂണു നൂല് കെട്ടി ഓരോരോ മക്കളെ അണിയില്ല പേര് വിളിക്കുവാൻ തുടങ്ങുന്നു. ആദ്യകുട്ടി, അനാദികുട്ടി, അഖിലാണ്ടത്തു കുട്ടി, ഓടും കുട്ടി, ചാടും കുട്ടി, മുക്കിലെ കുട്ടി, മൂലയിലെ കുട്ടി, ഇളവള്ളിക്കുട്ടി, തടവള്ളിക്കുട്ടി, കാട്ടുമാടം കുട്ടി, പുഞ്ചനെല്ലൂര് കുട്ടി, വാഗനെല്ലൂര് കുട്ടി, വടുകനെല്ലൂര് കുട്ടി, മുത്തുക്കുട്ടി, രത്നക്കുട്ടി, കളപക്കുട്ടി, ചന്ദനക്കുട്ടി, ധൂപക്കുട്ടി, കർപ്പൂരക്കുട്ടി, താമ്പൂലക്കുട്ടി, ഏറ്റത്തെ കുട്ടി, ഇറക്കത്തെ കുട്ടി, പാടത്തെ കുട്ടി, പറമ്പിലെ കുട്ടി, ഓടും കുട്ടി, ചാടും കുട്ടി, മറയും കുട്ടി, കരണക്കുട്ടി, ധൂപക്കുട്ടി, ആ കുട്ടി കുട്ടി, പൂക്കുട്ടി, പറക്കുട്ടി, പറച്ചല്ല കുട്ടി എന്നും പേര് വിളിച്ചു. ഉലയിൽ മൂക്കഞ്ചാത്ത മകനെ എന്നും പേര് വിളിച്ചു. ഓക്കേലേക്കും ഒടുവിൽ പിറന്ന മകനെ അച്ഛൻ ശ്രീപരമേശ്വര ബീജത്താലും വിഷ്ണുവിന്റെ മായത്താലും പിറന്നൊരു മകനെ പൊന്നരിയവണേങ്ങാട്ടിൽ നടുകളം കൊണ്ട് കുടിയിരിക്കുന്ന അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായ മകനെ, പൊന്നുണ്ണി വിഷ്ണുമായേ, പൊന്നുണ്ണി വിഷ്ണുമായേ, പൊന്നുണ്ണി വിഷ്ണുമായ മകനെ എന്നു അച്ഛൻ പരമേശ്വര ഭഗവാനും പാർവതി മാതാവും കൂളിവാക പെണ്ണും കൂടി 3 പേരും 3 പേരും കൂട്ടി അങ്ങനെ പേർ വിളിച്ച് കാണുന്നപ്പോ തുറന്നൊന്ന് കേൾക്കണം തിരുമനം കണ്ടേയുണ്ട്. അണിവിലാത്ത പുഞ്ചിരി കൈകൊള്ളണം പടയ്ക്കും കുടയ്ക്കും അഴകിയ പടയുടെ പൊന്നു 18 അമ്മലവാഴിമുണ്ടയ്യ ദൈവമകളും കേൾക്കാം. അന്നേരത്ത് മക്കളുടെ 28-ാം നാളും പേർവിളികളൊക്കെ കഴിഞ്ഞോരു കാലത്ത് പാർവതി മാതാവ് കൂളിവാക പെണ്ണിനോടും പറഞ്ഞു, അല്ലയോ എന്റെ കൂളിവാകെ, നീ കണ്ട പാരാറുണ്ണിവര മക്കളെ കൂളിക്കുന്നും വനത്തിൽ കൊണ്ടുപോയി ആടിപ്പാടി അണി വളർത്തേണോ. ഈ മക്കൾക്ക് 7 വയസ്സ് കാലപ്രായത്ത് മക്കളെ കൈലാസത്തേക്ക് പറഞ്ഞേച്ചോ എന്ന് വന്നാൽ ഈ മക്കൾക്കറിഞ്ഞിന ഊണൂട്ടും പൂജമണിയില്ലങ്ങളും വല്ലിക്കൂലികളൊക്കെ ഇളന്നു കൊടുക്കുവാനും കുറ്റം കുറവില്ലടിയ കൂളിവാകെ. ഇതിനെ കേട്ടു വേഗം തന്നെ കൂളിവാക മക്കളെ കോരാങ്കൊട്ടയിൽ നിറവ് ചെയ്തു. അച്ഛനോടും പാർവതി മാതാവിനോടും യാത്രയും ചൊല്ലി കൂളിക്കുന്നും വനത്തിൽ കൊണ്ടുപോയി മക്കളെ ആടിപ്പാടി അണി വളർത്തുന്നല്ലോ. അങ്ങനെ കാലങ്ങളേറെ കഴിഞ്ഞു വഴി പോകുന്നൊരു നേരത്ത്
മക്കൾക്കല്ലേ 7 ഇളം വയസ്സുകാല പ്രായങ്ങളൊക്കെ വന്നീരെടുക്കുന്ന ഒരു നേരത്ത് പൊന്നുണ്ണി വിഷുമായയും ജാതന്മാരും കൂടി തേന്മലയിലേക്ക് കടക്കുന്നല്ലോ. പൂക്കില പൊട്ടിച്ചു തുള്ളലാട്ടം കളികളാക്കി തുണ്ണുന്ന നേരത്ത് പൊന്നുണ്ണി വിഷുമായ പറഞ്ഞു കേട്ടുകൊണ്ടാലും എൻ്റെ 4 ചേട്ടന്മാരെ, നമ്മൾക്ക് വേഗം തന്നെ കൈലാസത്തോളം വഴി പോകണം. അച്ഛൻ്റെ വലത് കയ്യാലെ നമ്മൾ കറഞ്ഞീര ഊണൂട്ടും പൂജമണിയില്ലങ്ങളുമായി ഏർവാഹനങ്ങളും കയ്യായുധങ്ങളൊക്കെ ഒന്ന് കൈവഴങ്ങേണമെന്നുണ്ട് എന്നും പറഞ്ഞു പൊന്നുണ്ണി വിഷുമായും ചാത്തന്മാരും കൂടി വേഗം തന്നെ കൈലാസത്തോളം അങ്ങനെ വഴിയാല വഴി ചെല്ലുന്ന ഒരു കാലം നേരത്തുണ്ടല്ലോ. മക്കളെ കണ്ടറിഞ്ഞു ഭഗവാൻ വേഗം തന്നെ പൊന്നുണ്ണി മായയോട് ചോദിച്ചു, മോനെ നീ എന്തിനെ കൊണ്ടാണ് ഇതിനെ കൊണ്ടും ഈ കണ്ട പാരാറുണ്ണി മക്കളെയും കൊണ്ട് കൈലാസത്തോളം വഴി പോന്നു? അപ്പോ പറഞ്ഞു പൊന്നുണ്ണി വിഷുമായ, കേട്ടുകൊണ്ടാലും എൻ്റെ ഭഗവാനെ, ഞങ്ങൾക്കായിരിക്കുന്നല്ലോ 7 വയസ്സുകാല പ്രായങ്ങളൊക്കെ വന്നീരെടുത്തല്ലോ ഭഗവാനെ. ഞങ്ങൾക്കറിഞ്ഞീന ഊണൂട്ടും പൂജമണിയില്ലങ്ങളൊക്കെ അച്ഛൻ പരമേശ്വര ഭഗവാന്റെ വലത് കയ്യാലയൊന്ന് കൽപ്പിച്ചു തന്നേ മതിയാവുകയുള്ളൂ എന്നതിനെ കേൾക്കുമ്പോ ശ്രീ പരമേശ്വരൻ തിരുവടിയാള് നല്ലച്ഛനുണ്ട്. ഓരോരോ മക്കൾക്ക് ഓരോരോ മണിയില്ലങ്ങളൊക്കെ തോറ്റി കൊടുക്കുന്നുണ്ട്. കൊങ്ങനാട് കുടുംബാറ വാസുപുരം പയ്യപ്പുള്ളി വന്തല്ലൂർ കുമ്പിളവള്ളിയിലേക്കും കാട്ടുമാടത്തേക്കും മരിമ്പാചകത്തേക്കും ഓരോരോ മക്കൾക്ക് ഓരോരോ മണിയില്ലങ്ങളൊക്കെ തോറ്റുമ്പോ പൊന്നുണ്ണി വിഷുമായക്ക് പുഞ്ചനല്ലൂർ അച്ഛൻ പട്ടേരി തമ്പുരാന്റെ 10-12 പറവ് തേക്കുന്ന പുഞ്ചാവയിൽ കണ്ടങ്ങളൊക്കെ തേക്കും തെളിക്കായ എങ്ങനെ തോറ്റി കൊടുത്ത് കാണുന്നു ഭഗവാനെ. നേരത്തുണ്ടല്ലോ പൊന്നുണ്ണി വിഷുമായ പറഞ്ഞു, ഇതിനെ കൊണ്ടും മതിപോര ഭഗവാനെ, ഒട്ടും മതിപോരെ കൈലാസനാഥ, ഞങ്ങൾക്ക് മണിയില്ലങ്ങളിലേക്ക് വഴി പോകണമെന്ന് വന്നാലുണ്ടല്ലോ കാൽനട ഒട്ടും തന്നെ അഴകല്ല, ചിതമല്ല, ചേർച്ചയല്ല ഭഗവാനെ, കയറി പോകുവാനുള്ള ഏർവാഹനങ്ങൾ അച്ഛൻ്റെ വലത് കയ്യാലെയൊന്ന് തോറ്റി തന്നു എന്ന് വന്നാലുണ്ടല്ലോ ഞങ്ങൾക്ക് എത്രയ്ക്കും അഴകും ചിതവും ചേർച്ചയാകും ഭഗവാനെ എന്നതിനെ കേൾക്കുമ്പോ ശ്രീ പരമേശ്വര ഭഗവാനുണ്ടല്ലോ വേഗം തന്നെ ഒരു പിടി വെള്ളരിയാലെ വാരിയെടുക്കുന്നല്ലോ. മേലും മേലുയർന്ന മേലാകാശത്തേക്ക് അങ്ങനെ ജപിച്ചെറിയുന്ന ഒരു നേരത്ത് അന്നേരത്തായിരിക്കുന്നല്ലോ വെള്ളക്കാളയായിരിക്കുന്നു അച്ഛൻ്റെ തിരുമുമ്പാകെ പൊട്ടി പിറന്ന് വീണ് കാണുമ്പോ അച്ഛൻ പരമേശ്വര ഭഗവാനല്ലേ പൊന്നാരകരിൻകുട്ടി മകനെ വിളിച്ചു. വെള്ളക്കാളയെ കൊണ്ട് വേഗം തന്നെ കരിൻകുട്ടി മകനൊരു ഏർവാഹനമായി തോറ്റി കൊടുത്ത് കാണുന്നു ഭഗവാനെ. അതേരത്തുണ്ടല്ലോ പൊന്നുണ്ണി വിഷുമായ പറഞ്ഞു, അല്ലയോ അച്ഛാ ഭഗവാനെ, എനിക്കൊരു കുറവുണ്ട്, എനിക്കൊരു ഏർവാഹനം അച്ഛൻ തോറ്റിയില്ല. ഇതിനെ കേൾക്കുമ്പോ ഭഗവാനല്ലേ പഞ്ചേമാനമെന്ന കാളി കരിങ്കല്ലാല കൈവഴങ്ങി ഇടം കൈയിൽ വെക്കുന്നുണ്ട്, വലം കൈ കൊണ്ട് പുതപ്പിച്ച് കാണുന്നുണ്ടല്ലോ. വെച്ചത് ഭൂമി പുതച്ചത് ആകാശം എന്നും നിരന്തു പ്രാണപ്രതിഷ്ഠാമന്ത്രം ചൊല്ലി പ്രാണനെ തോറ്റുന്നല്ലോ ജീവപ്രതിഷ്ഠാമന്ത്രം ചൊല്ലി ജീവനെ തോറ്റി പ്രാണനും ജീവനും ജീവാത്മാവും ഒന്നുപോലെ ഒളി കലർത്തുന്നല്ലോ. നാഗാമണി കൊടുമുല്ലേക്ക് കൊണ്ട് ഞെടുക്കനെയൊരു
അടികൊടുത്ത് കാണുമ്പോ വട്ടക്കൊമ്പനെന്നും ചോരക്കണ്ണനെന്നും മുണ്ടൻ മുറിവാലനായിട്ടുള്ള ആര്യ ചമ്പങ്കാലൻ ചെറുപോത്തല്ലേ പൊന്നു വിഷമായ സ്വാമിക്ക് ഏർവാഹനമായി അങ്ങനെ തോറ്റി കൊടുത്ത് കാണുന്നു ഭഗവാനെ. അന്നേരത്ത് മക്കള് നിന്നു അച്ഛനോടും പാർവതി മാതാവിനോടും പട പറഞ്ഞു, ഞങ്ങൾക്ക് ഏർവാഹനങ്ങളും തോറ്റി പണിയില്ലങ്ങളും തോറ്റി, അതുമൊക്കെ അഴക് തന്നെ ഭഗവാനെ. ഞങ്ങളുടെ വലം കൈയൊക്കെ ഒഴിഞ്ഞു കിടപ്പാണ്, കൈക്കൊത്ത കയ്യായുധങ്ങൾ തോറ്റാതെ കൊണ്ട് കൈലാസത്ത് നിന്ന് വഴി പോകുന്ന മക്കള് ഞങ്ങളല്ല. അപ്പോ പറഞ്ഞു, അമ്മ പാർവതി മാതാവുണ്ടല്ലോ, ആദിമാൻ കരിങ്കുട്ടി മകനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആദിമാൻ കരിങ്കുട്ടി മകനായിരിക്കുന്നല്ലോ, പാല കൊണ്ടു കടഞ്ഞെടുത്ത പന്തിരിച്ചാൻ കുറിവിടികളൊക്കെ തോറ്റി കൊടുക്കുന്നുണ്ട്. ശ്രീവള്ളിച്ചാട്ടവാറ് തോറ്റി കൊടുക്കുന്നുണ്ട്. തീക്കുടുക്കയാലെ തോറ്റി കൊടുക്കുമ്പോ ഒക്കയിലേക്കും മുടിവിൽ പിറന്ന മകനല്ലേ മാതാവിനോട് കൊഞ്ചി കുഴഞ്ഞു പറഞ്ഞു, എനിക്കും ഒരു കയ്യായുധങ്ങള് അമ്മ തോറ്റേണമെന്ന് പറയുമ്പോ അമ്മ പാർവതി മാതാവ് അരയാൻ വടി മുച്ചാൻ വടി ചിലമ്പിട്ട കാഞ്ഞന കുറുവിടി മുടിമുടിങ്ങിന പൊന്മുടി പോത്താങ്കൂല് പൊന്നുണ്ണിമായക്ക് തോറ്റേ കൊടുത്ത് കാണുമ്പോ പൊന്നുണ്ണിമായ പറഞ്ഞുവെങ്കിലോ വച്ചാ പരമേശ്വര, ഇനി ഞാൻ പോകട്ടെ പോയി വരട്ടെ, പുഞ്ചനെല്ലൂർ കുന്നു വഴി പോകണം. പുഞ്ചാവയിൽ പാടങ്ങളൊക്കെ ഒന്ന് തേക്കും തലി കഴിഞ്ഞ് ഞങ്ങൾക്കറഞ്ഞിന വല്യ കൂലികളൊക്കെ ഒന്ന് അളന്നു വേടിക്കണമെന്നുണ്ട് എന്നും പറഞ്ഞു പൊന്നുണ്ണി വിഷമായ പോത്തിന്റെ കയറഴിച്ചു. പോത്തിന്റെ പുറത്ത് അയങ്കോൺ ചക്രം വരയ്ക്കുന്നുണ്ട്. പൊന്നാരകരിൻകുട്ടി മകൻ വെള്ളക്കാളയെ കയറഴിച്ചു. അതിന്റെ പുറത്ത് മുക്കോൺ വരച്ചു. പൊന്നുണ്ണി വിഷമായ പോത്തിന്റെ പുറത്ത് ചാടി കര കൊണ്ടു. പൊന്നാരകരിൻകുട്ടി മകൻ വെള്ളക്കാളയുടെ തമ്പുരം കയറി. അങ്ങനെ പൊന്നുണ്ണി വിഷമായ പോത്താങ്കൂല് കൊണ്ട് പോത്തിന്റെ തുടിക്കൽ തല്ലി തീർത്തിളിക്കുന്നുണ്ട്. പൊന്നാരകരിൻകുട്ടി ശ്രീവള്ളിച്ചാട്ടവാറ് കൊണ്ട് വെള്ളക്കാളെ തല്ലി തീർത്തിളിക്കുന്നുണ്ടല്ലോ. ഓഹോ ഓഹോ എന്നിങ്ങനെ കന്നാലിപ്പാട്ടും പാടി പൊന്നുണ്ണി വിഷമായും പൊന്നാരകരിൻകുട്ടി മകനും കൂടി കൈലാസത്ത് നിന്നങ്ങനെ പുഞ്ചവയിൽ പാടങ്ങളൊക്കെ തേക്കിന്തിളിക്ക എങ്ങനെ വഴിയാല വഴി പോകുന്ന പോ ആടുവാങ്ങളി മാമായോ ഗുണത്തിന് വരുത്തുവാൻ സന്തതി ശക്തിയോടെഴുന്നുള്ള കുറ്റത്തെ തീർക്കുവാനോ ഗുണത്തിന്
സന്തതി തരവാടാതെ എന്നിട്ട മണ്ഡപത്തിൽ ശക്തിയോടെ പടാചാരത്തിനോ പണം പിരിവിനോ കിടാകുട്ടികളാണ് വരിക പൊന്നരി അവനെ വടാചാരത്തിനോ പണം പിരിവിനോ കിടാകുട്ടികളാണ് എന്നിട്ട മണ്ഡപത്തിൽ ശക്തിയോടെ ആര്യം ചെറുപ്പത്തിന്റെ പുറങ്ങയറി വിഷുമായ ഇടങ്കൊമ്പത്തിടങ്ങാലേ വലങ്കൊമ്പത്ത് വലങ്കാലേ കാലും വെച്ചു മുണ്ട് ആര്യം ചെറുപ്പത്തിന്റെ പുറമാലകയറിമായ വലകാലെ കാലും കാലും വെള്ളക്കാളതന്റെ പുറങ്ങയറുന്നുണ്ട് പൊന്നാരങ്കരി കുട്ടി കാളയിതല്ലേ തൊഴാതൊരിച്ചു കരിക്കുട്ടി വെള്ളക്കാളതന്റെ പുറങ്ങയറുന്നുണ്ട് പൊന്നാരകരി കുട്ടി ഇടങ്കൊമ്പത്തിടങ്കാലേ വലങ്കൊമ്പത്ത് വലങ്കാലേ കാലും കാലും നല്ലൂർക്കല്ലേ വഴി പോകുന്നുണ്ട് മകനേ ഇടകൊമ്പത്ത് ഇടകാലേ വലകൊമ്പത്ത് വലകാലേ കാലും കാലും വച്ച് പാടി വഴിയാലെ വഴി പോകുന്നേ ഒരു പിടി വെള്ളരി വാരി വെള്ളി മാമല നോക്കി ജപിച്ചെറിഞ്ഞല്ലോ മായ അപ്പോ വഴി വരുന്നുണ്ട് പുള്ളിമാൻ കേഴമാൻ ഒരു കൂട്ടം മാനുകളാണ് ഒരു പിടി വെള്ളരി വാരി വെള്ളി മാമല നോക്കി ജപിച്ചെറിഞ്ഞല്ലോ മായ മറിമാൻ കേഴമാനുകളെ മറിമാങ്കൂട്ടത്തിലെ ചാടി വീഴുന്നുണ്ട് പൊന്മുടിമായ മാനോട്ടും മറിമാനോട്ടും കളി വിളയാട്ടം തുടങ്ങി പൊന്നുണ്ണിമായ മാൻകൂട്ടത്തിലേക്ക് എടുത്ത് ചാകടമാണ് പൊന്നുണ്ണി വിഷുവായേ തുടങ്ങി പൊന്നുണ്ണി വിഷുവായി പുഞ്ചനല്ലൂരച്ചന പട്ടിരി തമ്പൂരാന്റെ മേലില്ലത്തോടെ പോത്തൻ പുറത്തു നിന്ന് കീഴറങ്ങി പോത്തിനെ തുറുവിൻകാലിൽ കിട്ടുമ്പോ പുഞ്ചാരിലൂരച്ച പട്ടിരി തമ്പൂരാന്റെ മേലില്ലത്തോടുണ്ട് തുറവിൻകാലിൽ കെട്ടുന്നേ പുറന്തളത്തിൽ നിന്ന് അകന്തളക്കിലേക്ക് മറഞ്ഞു നോക്കുന്നു മായ പണ്ടേ പണ്ടിന് നല്ല നാലവർ ചേട്ടന്മാരുടെ എതിർപ്പു കണ്ടറിഞ്ഞു മായേ അകന്തളത്തിലേക്ക് മറിഞ്ഞു നോക്കണ നേരത്തെ കിരിപ്പ് പദവി കണ്ടറിയേ ഞാനിവിടെ വന്നത് നാലവർ ചേട്ടന്മാരെ അവരാരും മറിഞ്ഞില്ലാട്ടോ ഓ മനാജാത്തന്മാരെ ഞാനിവിടെ വന്നത് നാലവർ ചേട്ടന്മാരെ അവരാരും
ചുമര കേട്ടില്ല എന്നുടെ നഗ്നേ ബുദ്ധി പിന്നെ കറുതറേ കേട്ടേ അടയ്ക്കാതുണ്ടിൽ നല്ല കാഞ്ഞിര കുരുവേട്ടാണ് പേയോത് പെരുതാക്കുന്നേ കൂട്ടത്തിലെ തേക്കുടുകായെറിഞ്ഞുമായ അടകാതുണ്ടില് നല്ല കാഞ്ഞിര കുരുവേട്ടാണ് പേയോത് പെരുതാക്കുന്നേ പട്ടേയുടെ നല്ല നോക്കി കളയാനേറെയും അവർ വൃത്തത് മേലോ പുതച്ച കമ്പിളി മേലോ പന്ന താടിയും കരടി മാർവിടത്തിൽ ചതി കൂടാതെ കണ്ട് നിഴലോതി കത്തുമ്പോഴേ അവരുടുത്ത മേലെ പുതച്ച കമ്പിളി മേലെ പന്ന താടി വേലാണേ കരടി മാറിടത്ത് ചതി കൂടാതെ നിഴലോതി കത്തി പടരുന്നുണ്ട് തീയെ കൊണ്ടിട്ടാണ് ആപതില്ല പുറതില്ല നാലവർ ചേട്ടം പടിത്തളത്തിൽ കിടന്ന് ഓട്ട മുഞ്ചാട്ടവോ തുടങ്ങുന്നു ചേട്ടന്മാരെ കൊണ്ടിട്ടാണ് അവതില്ല ഉറവില്ല നാലവർ ചേട്ടന്മാരെ പടിതളത്തിൽ നിന്ന് ഓട്ടവും ചാട്ടാവോ തുടങ്ങി കാണണ നേരത്തെ ഇത് ആരുടെ മായോ മായം മറിമായോ ഞങ്ങളാരും അറിഞ്ഞില്ല ഞങ്ങളുടെ കൂടെ പറഞ്ഞ പൊന്നുണ്ണി വിഷ്ണുമായ ഇവിടെങ്ങാനും വന്നിട്ടുണ്ടോ ഇത് ആരുടെ മായ പുളിമായം കളിവായ നമ്മൾക്കാർക്കും അറിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പൊന്നുണ്ണി വിഷ്ണുമായ ഇവിടെ ഞാൻ വന്നിട്ടുണ്ടോ ഞാനിവിടെ പുറന്തളത്തില് എത്തിയിട്ടുണ്ട് എന്റെ നാലവർ ചേട്ടന്മാരെ എന്തിനെ കൊണ്ടോ നിങ്ങളെ വട്ടാമിട്ടു നിങ്ങളെ ദുഃഖിച്ചു അറിയിരിക്കുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്റെ നാലവർ ചേട്ടന്മാരെ എന്തിനെ കൊണ്ടിട്ടാണ് ദുഃഖിച്ചു വേദിച്ചു വട്ടാവിട്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് പുഞ്ചവൈലിപ്പാടോ ദേവി തെളിയിച്ചു മകട്ടെ വെള്ളം കാണാതെ വല്ലി കൂലുകളൊക്കെ മുടക്കം ചെയ്തിടപെട്ടേ ഞങ്ങളിവിടെ വന്ന് പുഞ്ചാവിയനെ പാടോ തേക്കുന്ന ചെയ്താണ് വെള്ളം കാണാതെ വല്ലി കൂലികളൊക്കെ മുടക ചെയ്തു തമ്പ്രാണ് വല്ലി കൂലികളൊക്കെ മുടക്കം ചെയ്തതിൽ പിന്നെ പൊന്നുണ്ണി വിഷമായ മണ്ണത്ത് പോകാറില്ല മധു കുടിച്ചിട്ടാണ് കാലമേറെയാകുന്നത് വല്ലി കൂലികളൊക്കെ മുടകം ചെയ്തതിൽ പിന്നെ പൊന്നുണ്ണിയ വിഷുമായി മണ്ണത്ത് പോകാറില്ല മധുവിട്ട് ചെയ്താണ് ഏറിയ നാളായടാ ഞങ്ങൾ ദുഃഖിക്ക വേണ്ട ക്ലേശിക്ക വേണ്ട
ഞങ്ങം വെള്ള കിടക്കും മുറിയറവാതിക്ക് ആൾ പെരുമാറ്റം ആളെ നോക്കുമ്പോ ആളെ ഒട്ടുമേ അവിടെ കാണുന്നില്ല ആരും കേൾക്കാത്ത ചില മണിമണിനാഥങ്ങൾ കള്ളച്ചൂളകള് കള്ളാനുടികൾ അവിടെ കേൾക്കുന്നുണ്ട് പട്ടിരി കിടക്കുന്ന മുറിയറവാദിക്കൽ ഓടിച്ചെന്നു പെണ്ണ് പട്ടിരി കിടക്കുന്ന മുറിയറവാദിക്കൽ ഓടിച്ചെന്നു പട്ടിരി തമ്പൂരാൻ വീടിന് വിളി പകർന്നു മോള് ഉറക്കമാണോ ഉണർച്ചയാണോ അച്ഛാ പട്ടേരി ഉറക്കം കഴിഞ്ഞിട്ട് ഏറ്റിരിക്കാണ്ടി ഞങ്ങൾ വെള്ളമോട് എന്തിനെ കൊണ്ടാണ്ടി ഏതിനെ കൊണ്ടാണ്ടി ഞങ്ങൾ വെള്ള പെണ്ണ് ഞാൻ കിടക്കുന്ന മുറിയറവാദിക്കൽ വന്നെന്നെ വിളിച്ചൊരു കാര്യം നമ്മുടെ ഭക്തമാന പൂർവ്വടി തളത്തില് കള്ളം കടന്ന പോലെ കള്ളച്ചൂളകള് കള്ളനുടികള് അവിടെ കേൾക്കുന്നുണ്ട് അങ്കറ കോപത്താൽ ചാടിയെഴുന്നേറ്റു അച്ചമ്പാട്ടിൽ മേലൂർ മാളികന്ന് കീഴൂർ മാളിയില് വന്നു നോക്കുന്നുണ്ട് പത്ത് 400 കുട്ടിച്ചാത്തറുടെ സപതയുടെ കൂട്ടത്തിൽ മായം മറിമായോ അവതരിക്കുന്നുണ്ട് പൊന്നുണ്ണി മായ മായം മറിമായോ അവതരത് കണ്ട് പൊന്നുണിമായ കാല എങ്ങുന്നു വരുന്നു എവിടെ പോകുന്നു നാടും വീടെവിടാണോ അച്ഛനാരെന്നോ അമ്മയാരെന്നോ ചോദിച്ചു ചോദിച്ചു തമ്പുരാനെ എന്നോട് നാടാകിലോ കുളിക്കുന്നത് കാണ്ടക തമ്പുരാനെ വീടാകിലോ ഉറക്കറന്നല്ല ദേവകുഴി പാതാളോ നാടാകിലോടിക്കുന്നേ കാതക തമ്പുരാനെ നിനകുഴി പാതാളോ അച്ഛൻ പരമശിവൻ അമ്മയായതോ പാർവതി മാതാവേ ഞാനിപ്പോ വരുന്നത് ഏഴമാനെന്ന ശ്രീ കൈലാസത്തുണ്ട് അച്ഛൻ പരമശിവൻ വില്ലും വേലകളെ ഇവിടെ കൽപ്പിച്ചല്ലോ എന്തൊരു വില്ലും വേല ഞങ്ങൾ ചെയ്യണ്ടോ അച്ഛാ പാട്ടേരി ഇവിടെ കൽപ്പിച്ചല്ലോ അച്ചാറമ്പുരാനെ തൂമ്പ പിടിച്ചിട്ടോ കൈക്കോട്ട് പിടിച്ചോ ഞങ്ങളെ കിളക്കാൻ വേണ്ടേ തൂമ്പ പിടിക്കണ്ട കൈക്കോട്ടും പിടിക്കണ്ട നിങ്ങളെ കിളക്കാൻ വേണ്ടേ
പുഞ്ചയ പുഞ്ചപ്പാടോ ഉണങ്ങി കഴിഞ്ഞാണ് കട്ടവിണ്ടല്ലേ കതിർവാടി കിടക്കുന്നു പുഞ്ചയ പുഞ്ചപ്പാടോ കിടപ്പുണ്ട് മകനെ നീ പോയി കേൾക്കുന്നതെല്ലാം കഴിച്ചെനിക്ക് തന്നാലേ നിനക്കറിഞ്ഞിന ഊണൂട്ടും മൂല തിരുവാങ്കുറ്റമില്ല പുഞ്ചയോ പുഞ്ചപ്പാടവോ ഞാനൊട്ടും അറിയില്ല പണ്ട് പണ്ടുള്ള നാളോ ചേത്തന്മാരെ തുണ കൂട്ടിത്തായോ പുഞ്ചയോ പുഞ്ചപ്പാടവോ ഞാനൊട്ടും അറിയില്ല തുണ കൂട്ടി പണ്ട് പണ്ടുള്ള നാളോ ചേത്തന്മാരെ തുണ കൂട്ടി മായ തെക്കേ കെട്ടിടയിട്ട് ചക്രാപുരയിടത്ത് കടന്നു ചെന്നുമായി ചക്രപുരയുടെ ഇടവല്ലി സ്വാമിയെ ഇടവല്ലി സ്വാമിയെ ജലചക്രാമെടുത്തു പുളചക്രാമെടുത്തു നേന്തല ചക്രാമെടുത്തു കുന്തുടി കാല് കൊട്ട മരക്കൊട്ട ഇടിപ്പിച്ചു മായ ഇടപിച്ചു മായ ഇടപിച്ചു സ്വാമിയെ കന്നുകാലുകളുടെ താളപ്പുറം കയറി ഓമന ജാത്തന്മാരെ ചമ്പന കണ്ടനുമുണ്ട് ആരെയും ചെറുപോത്തിന്റെ പുറകയറി മായ പുഞ്ചപ്പാടമെന്ന മാടത്തങ്ങ് കീഴടങ്ങി ചെന്ന് പുറത്തുന്നെ കീഴടങ്ങി പോത്തിന് കാലിൽ കെട്ടുന്നേ തെക്കേ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പറഞ്ഞ് നോക്കുമ്പോൾ പണ്ട് പണ്ടുള്ള കേടുകാല് പുഴപേരാറ് കണ്ട് പണ്ട് പണ്ടുള്ള കേടുകാല് പുഴപേരാറ് കണ്ട് ഇടവരമ്പ് കണ്ടോ നടവരമ്പ് കണ്ടോ കയ്യതിരോട്ടും കണ്ട് ചക്രം വെക്കേണ്ട പന്നികളെ കൊണ്ട് ചക്രം വച്ചുവായ കുത്തേണ്ട പന്നികളെ കൊണ്ട് വേട്ടുകാലുറപ്പിച്ച് കാലട നാഴിക മുക്കാൽ നാഴിക ചേട്ടന്മാരുമ്പോ ഒരു വേള കുഞ്ചപ്പാടത്ത് അവിടെ കാണാനില്ല നിങ്ങളെ ഒട്ടകരെ മാറി നിൽക്കണ്ട നാലവ ചേട്ടന്മാരെ കാലട നാഴിക ഞാൻ തന്നെ താനെ ചേട്ടുന്നോ ദേവട്ടെ ചക്രത്തിൻ വരവ് ചാടികരകൊള്ളുന്നേ ഒന്നാം പലകയ്ക്ക് കാലും വെച്ച് വിശ്വദേവുന്നുണ്ട് ഒന്നാം
വേവുമ്പോഴേ 2000 കൊട്ട വെള്ളം വന്നാണ് പന്തിയിലെ ചൊരിഞ്ഞ് ശ്രീകൈലാസത്തെ അച്ഛനെ ധ്യാനിച്ച് സ്വാമി വേവുമ്പോഴേ 3000 കൊട്ട വെള്ളം വന്ന് പാടത്തെ ചൊരിഞ്ഞ് ശ്രീകൈലാസത്തെ അമ്മയെ ധ്യാനിച്ച് സ്വാമി ചക്രവർത്തി വെള്ളി മാനത്ത് വെള്ളിന് വെട്ടുന്ന പുതുമായി വേയുന്നു ആറ്റുമമ്പര കറങ്ങണ പോലാണ് ചക്രം തിരിയുമ്പോഴേ അതിരാ വെള്ളം വന്നേ കുതിരാ വെള്ളം വന്നേ പുഞ്ചായനി പാടം നിറഞ്ഞേ മുട്ടിയ ഇളവെള്ളങ്ങളാണ് പട്ടേരയുടെ പടകിന് പോലായത് മലവെള്ളങ്ങളാച്ച് നാരായണി നങ്ങമ്പിള്ള അഴകിയ പെൺകിടാവേ അടിപ്പാനും നെൽപ്പാനോ നിർവരുവാനോ ചെന്നു നോക്കുമ്പോൾ നങ്ങമ്പിള്ള അഴകിയ പെൺകിടാവേ ചെന്ന് നോക്കുമ്പോഴേ പെണ്ണ് ഭയപ്പെട്ടു പെണ്ണ് നാരായണി അടിച്ചോലുകളും എലിക്കലങ്ങളും എടുത്തു വിളിച്ചെറിഞ്ഞു കാലങ്ങളെ അകലെ വലിച്ചെറിഞ്ഞ് പട്ടിണി കിടക്കുന്ന മുറിയറവാദിക്ക് ഓടിച്ചെന്നു മോളെ തമ്പുരാൻ നേടി നേടി വിളി പകർന്നു പെണ്ണ് കിടക്കുന്ന മുറിയറവാദിക്ക് ചെന്നല പെങ്കിടാതെ തമ്പുരാനെ നേടി വിളി പകർന്ന് ഇന്നലെ വന്നിന മായവരാത്ത വായ്മിടുക്കും മാത്രല്ല കൈമിടുക്കും കൂടി പുഞ്ചപ്പാടത്ത് അവിടെ കാട്ടുന്നുണ്ട് വലിയ ജാതമാകെ വായ്മിടുക മാത്രല്ല പുഞ്ചപ്പാടത്ത് അവിടെ കാണാനുണ്ട് ഇപ്പോ നിങ്ങള് പുഞ്ചപ്പാടത്ത് വഴി പോയില്ലേ നമ്മുടെ മണ്ണില്ലോ വെള്ളത്തിൽ മുക്കൊള്ളൂ ഓമന ചാത്തന്മാരെ ഇപ്പൊ നിങ്ങളെ പാടത്ത് പോയില്ലെങ്കിൽ നമ്മുടെ മേലുള്ള വള്ളി ചാത്തന്മാരെ അങ്ങനെ കോപത്താൽ ചാടി പോകുന്നു പട്ടേരിത്ത കൊട്ടാനാണെന്ന നെടുമ്പാടത്തോടെ വഴിയെന്നു തമ്പുരാ അങ്ങനെ കോപത്താൽ ചാടി കൊണ്ട് പോന്ന പട്ടേരി തമ്പുരാന് ആടിയ നിറമാടത്ത് കീഴടങ്ങി നോക്കുമ്പോ നെടുമ്പാടത്തോടെ വഴിയിൽ നിന്നുണ്ട് പട്ടേരി തമ്പുരാനെ പുഞ്ചപ്പാടത്ത് കേൾക്കുന്നവയെല്ലാം നിർത്തിച്ചു തമ്പുരാനെ താരം പാടാനിവരല്ല അച്ചാവട്ടെ പാടത്ത് കേൾക്കുന്നവയൊക്കെ നിർത്തിച്ചു വട്ടേ മതി 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 കായണ്ട് പൊന്നുണ്ണിമായേ നിന്റെ നല്ലൊരു കേൾക്കുന്നവയെല്ലാം ഇപ്പോ നിർത്തിക്കോളൂ പുഞ്ചപ്പാടത്ത് കേൾക്കുന്നവയെല്ലാം നിർത്തിച്ചുമായ ചക്രങ്ങളായ ചക്രങ്ങളൊക്കെ ഇളക്കി വലിച്ചൂറുന്നു പുഞ്ചപ്പാടത്ത് കേൾക്കുന്നവകളെ നിർത്തിച്ചു പട്ടേരെ ചക്രങ്ങളൊക്കെ ഇളക്കി പറയിച്ചത് പട്ടേരി തമ്പുരാൻ ചക്രപ്പുറയില് ചക്രം കരുതി വെച്ചു ഈ
കൊടുക്കവേണേ 1000 പറ അരിവയ്ക്കുന്നില്ല നല്ല ചരകിലാണ് 12 പറ പിടിപ്പൊടി വളർത്തരിപ്പണം ആയതിൽ ചൊരിഞ്ഞു 1000 നാളെ അരിവയ്ക്കുന്നില്ല അല്ലി ചരകിലാണ് നല്ല നല്ലൊരു വെള്ളുണ്ട ശർക്കര അരിഞ്ഞു ചേർത്തിട്ടാണ് 1001 ചന്തങ്ങളെ നീര് വാക്കുമ വെട്ടൊഴിച്ചു നല്ല നല്ല വെള്ളുണ്ട ശർക്കര അരിഞ്ഞു ചേർത്തിട്ടാണ് 1001 ചെമ്മങ്ങിന്റെ വാക്കുമ വെട്ടൊഴിച്ച് അഞ്ജന കൈകൊണ്ട് തട്ടിപ്പൊത്തി വാരി വിളച്ചുമായ നാളെ ഏട്ടന്മാർക്ക് വാരി വാരി കൊടുത്തല്ലോ മായേ അമ്മയുടെ കൈ കൊണ്ട് തട്ടിപ്പൊത്തി വാരി വിടരുന്നോളെ ഒരു മോതിരത്തിന്മേ 9 പൂട്ടാറ വെറുതാകോലെടുത്തു പട്ടിരി തമ്പൂരാന്റെ വെട്ടി പത്താഴോ തട്ടി താഴ് തുറന്ന് മോതിരത്തമ്മ അമ്മ കൂട്ടാറ വെറുതാകോലെടുത്ത് പെട്ടി പത്തായ തട്ടി തുറന്ന് വെട്ടിക്കൂട്ടാടൻ കൂടകമ്പ ചുറ്റാറഞ്ചെറുതി ആനക്കോടനു തവള കണ്ണനു ആര്യം വിത്തെടുത്തു കൂട്ടാറ രണ്ടേ കാലിടകളി 3 കാലിടകളി 4 കാലിട അന്നാഴി മുന്നാഴി വെള്ളി കളന്നു ഞങ്ങമ്പിള്ള പെണ്ണ് നങ്ങമ്പിള്ള മോളെ പഞ്ചാബൈലിപ്പാടം ദേവി തെളിയിച്ച പൊന്നുണ്ണി മായക്ക് ചമ്പൻ പറ വെച്ചു 20 നല്ലല്ലേ സ്വാമിക്ക് വലിയ പാടം തെളിയിച്ച പൊന്നുണ്ണി മായക്ക് സ്വാമിക്ക് വലിയ അഞ്ഞാഴി നെല്ല് അപ്പൻ മാതാവിന് മഞ്ഞ തോട്ടിയിളന്ന് പൊന്നാഴി നെല്ല് അവലും തവടിയോ വേറെ ഇളന്നു വെച്ചു മഞ്ഞ ചോദ്യന് മടികളന്നു വച്ച് കുടിമണ്ണത്തേക്ക് വേറെ ഇളന്നു വച്ച് ആര്യം പാടങ്ങള് ചോഴിയും പാട കള്ളിച്ചോടുമ്പോ ആര്യം വെള്ളത്തി കുഴിമാടത്തോടെ കടന്നു ചെന്നു മായ ആര്യമ്പട ചൂഴിയമ്പട കളി ചൂടുന്നേ കുടിമണ്ണത്തോടെ വഴിയോ ചെന്നുമായ അവിലിടിപ്പിച്ചു തവിടിടിപ്പിച്ചു ഓട്ടള ചുട്ടിട്ടാലേ പുന്നോലക്കൊരു വെട്ടി വായിക്കുമ്പം മടക്കി കരുതി വെച്ചു വായ ത്തിന്റെ നല്ല വട്ടക്കൊമ്പുമ്മലെ അണച്ചു കെട്ടിവായ ആര്യം പാടങ്ങള് തോഴിയം പാടങ്ങള് കളിച്ചോടി വഴി പോയി നല്ല വളർകൊമ്പത്തെ വളച്ചു കെട്ടുമായ ആര്യമ്പട ജോലിയമ്പട കളി ചാടുന്നേ തുള്ളിയങ്ങാലി കണ്ടാൻ ചാട്ടാറുടെ കുടിമണ്ണ തുലന്ന് നിലവ് നിന്നല്ലോ പൊന്മുടിമായ കാലന് തുണിയങ്ങാടി കണ്ടൻ ചാട്ടാരുടെ കുടിമണ്ണത്ത് തന്നെ കുടിമണ്ണല്ലേ നിലവ് നിന്ന പൊന്നുണ്ണിമായ ചാട്ടിയാറ് കോല ചാട്ടിയാറ് ഇന്നായ ചാട്ടിയാറ് ആറ് ചാട്ടിയാറ് കുടുംബം പത്താണ്ടാറ് കണ്ണാൻ ചാട്ടിയാറ് കള്ളുണ്ടെങ്കില് ഇരുകൂട്ടുകാ കള്ള് ഞങ്ങൾക്കൂടാ കള്ളുണ്ടായല്ല കണ്ടവരുടെ
ഞങ്ങളെ വേദായ നെല്ലുണ്ടോടാ നെല്ലുണ്ടോടാ ആര്യം വെള്ളോനെ നെല്ലുണ്ടെങ്കിൽ അള്ളിലെ വിലാസം നിനക്ക് തരികയുള്ളൂ നെല്ലേറുണ്ടാടാ നെല്ലേറുണ്ടാടാ ജാത്തന്മാരെ കണ്ണിലെ വിളാസ ഇവിടെയില്ലടാ കള്ള് ചോദിച്ചപ്പോ നെല്ല് ചോദിച്ച കണ്ണാൻ ചാട്ടിയാറേ കൊണ്ടുവന്നിട്ട് മണ്ണത്തിളകുന്ന കൊമ്പ് മുറന്നാടി കള്ളി ചോദിച്ചപ്പോ നെല്ല് ചോദിച്ച കണ്ണുഴട്ടിയാറ് കൊണ്ട് വെച്ചാതെ മണ്ണ് തിളക്കുന്ന കൊമ്പ് പുറന്നാട് കൊമ്പ് മുറങ്ങളിലോ നാഴി നാരായ എടുക്കുവാൻ ചെല്ലുമ്പോൾ ഒരു കുട്ടി കള്ളിൽ ഇരുകുട്ടി കാവലോ ചേർത്തു കണ്ടാത്തേ പുറങ്ങളെ നാളികാരായ ഇടകുല്ലുമ്പോഴേ ഒരുവിധ കാതല്ലേ ഇരുവിട് കാവല്ല കാണാതെ ചേർക്കുന്നുണ്ട് മായമ്മറിമായ കണ്ടറിഞ്ഞല്ലോ പൊന്നുണ്ണിമായ ആര്യമ്മണ കോരി ആര്യം വെത്താക്കി അപ്പ തോറ്റിമായേ മായം മറിമായക്കാരോ കണ്ടോ പൊന്മുടിമായക്കാര ആര്യമണനാണ് ആര്യമിത്താകി അപ്പത്തോട്ടിമാരി കുമ്പുമുറത്തിന്റെ 3 മൂലയില് ഒത്ത നടുവിലായി കള്ളിന് വിലയായി നെല്ലൊന്ന് കൊടുത്തു പൊന്നുണ്ണിമായേ ഒത്താകട വീട് 3 മൂലയിലാണ് പൊന്നുടിമായക്കാര കൂടി വന്നിട്ട് കണ്ണാ ചാട്ടിയാറ് നെല്ലുകൾ വാരി നോക്കി നെല്ലിൽ എണ്ണം കാട്ടാ മുറിപാതീരുകളെ കാണുമ്പോ ചോദിക്കുന്നു അവിടെ വന്നിട്ട് വായ നോക്കുമ്പോഴേ കല്ലും കെട്ടാ കണ്ടും മുതല കാണുമ്പോ ചോദിച്ചേ എന്തിനെ കൊണ്ടാണ്ട ഏതിനെ കൊണ്ടാണ് കണ്ണാ ചാട്ടിയാറേ കള്ളിന് വിലയായി നെല്ലിൽ എണ്ണം കാട്ടാ മുറിപതിരി വെച്ചാറേ എന്തിനെ കൊണ്ടാടാ ഏതിനെ കൊണ്ടാടാ വലിയ ചാത്തന്മാരെ കല്ലിനെ കല്ലിനെ വരെ വെച്ചാല് നിങ്ങളുടെ കള്ളിയിലാണ് വെള്ളമുണ്ടെങ്കിൽ എന്റെ നെല്ലിലാണ് കണ്ടും കട്ടേകാലോ നിങ്ങളുടെ കല്ലിലാണ് വെള്ളമുണ്ടെങ്കിൽ കല്ലിലാണ് കല്ലും കട്ടകാണ് 6 നാഴിക്ക് 100 വേഷങ്ങൾ അവതരിച്ചു നെല്ലിൽ രണ്ടും കട്ട മുറി പോയിട്ടാണ് ആര്യം വിത്താക്കുന്നു ആരനായികയ്ക്ക് നൂറമായ വേഷം അവതരുമായ കുപ്പി കള്ള് തിരകൾ കൊടുക്ക കള്ളുകളെ അല്ലേ കള്ളുകളാണ് കൂട്ടുകൂട്ടിയ കള്ള് തിരയുണ്ട് കണ്ണാൻ ചാട്ടിയ കുട്ടിക്കല് കള്ളു പകർന്നു പൊന്നുണ്ണിമായ കുടിമണ്ണത്താണ് കൊണ്ടു ചെന്നങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് വാങ്ങി പൊന്നുണ്ണിമായ വയ്ക്കുന്നുമായ വള്ളിക്കാഞ്ഞരത്തിന്റെ അഞ്ചല പൊട്ടിച്ചു 5 നിറപ്പ് വെച്ചു ഇന്തൊക്കെ നള്ളയ്ക്കു വാമനമുത്താനോ അഷ്ടമൂർത്തികളുടെ പള്ളിക്കാലിന്റെ 5 പൊട്ടിച്ചു 5 രക്കും വെച്ച് മാമനമുത്തനെ അഷ്ടമൂർത്തികൾക്ക് അവലും തവിടുകള് കള്ളിൽ മുക്കിയിട്ട് നിറകളയിൽ കൂട്ടഞ്ചേ വായ നിറയോളം 3 നിറങ്ങിയ തവിടും മാറി തിന്നു അവിടുന്നല്ല കല്ലിനെ മുക്കിയിട്ട് നിറകളയിൽ കുടഞ്ഞ് ആയോളം 3 നിറങ്ങിയ തവിടും മാറി തിന്ന് കുപ്പി കള്ളുകള് കുട്ടും തന്നെ കുടിച്ചല്ലുമായ
കളിച്ചല്ലുമായേ ആനയുണ്ടാതെ നാളൻ ചുവട്ടെ കളിച്ചല്ലമായ കളിച്ചലമായ കാല ആടിക പോലെ അടിവിറച്ചു എഴുന്നള്ളി വായോ പോലെ പുതിമറഞ്ഞു എഴുന്നള്ളി വാ മകനെ ആടിക പോലെ എഴുന്നള്ളി വായോ എഴുന്നള്ളി വാമകനെ പാഠമാണ് ദേവി ദളിത ആദിമകരിൻകുട്ടിയെ പൊന്നുണ്ണിമായോ കൂട്ടുകെട്ടോടെ എഴുന്നള്ളി വായോ പാഠമാണ് ദേവിച്ച ആദിമരികുട്ടിയെ എഴുന്നള്ളി വായോ കോമളപറമ്പത്തെ കണ്ണാൻ ചാറ്റാരുടെ കുടിമണ്ണ് തുഴന്ന് ഉപ്പി കള്ളുകളെ കള്ളുകളെ കുടിച്ചല്ല കരിൻകുട്ടിയെ കണ്ണൻ ചാറ്റാരുടെ കുടിമണ്ണത്ത് തന്നെ കുടിച്ചല്ല കുട്ടിയെ കള്ളു കുടിച്ചാണ് ലഹരി പമ്പിരി കൊള്ളുമ്പോൾ പുതിരി ജീവർജ് ആടയില്ലാതെ തുള്ളിച്ചു കരിൻകുട്ടി പമ്പരി കൊണ്ട പോലെ ആളായില്ലാതെ തുള്ളിച്ചു കുട്ടിയെ മധു കുടിച്ചാണ് മസ്തക കൈലാസം കോപം കൊള്ളുമ്പോൾ നിർത്തി കൂവിച്ചു ആദിമകരിൻകുട്ടി പമ്പരി കൊണ്ട പോലെ അന്ന് എവിടെയാണ് മണ്ണത്തും പൂജ കഴിഞ്ഞ കരിൻകുട്ടിയോ വിഷുമായയോ കൂട്ടുകെട്ടോടെ എഴുന്നള്ളി വായോ മണ്ണത്തെ പൂജ കഴിഞ്ഞ കുട്ടിയാണ് ആരക്കളി കൊണ്ട് അന്തം പറഞ്ഞിട്ട് എഴുന്നള്ളി വായോ കുതിരക്കളി കൊണ്ട് കുതിമറഞ്ഞു എഴുന്നള്ളി വാ മകനെ ആലില പോലെ അടിവിറച്ചു എഴുന്നള്ളി വായോ കുതിമറഞ്ഞു എഴുന്നള്ളി വാ മകനെ കൊണ്ടാണല്ലോ വെഞ്ചാം പ്രവീച്ച് കളിച്ചല്ലോമായ ഈർക്കുഴലൂതി കളിച്ചല്ല കരിൻകുട്ടിയോ വെഞ്ചാമര വീശി കളിച്ചല്ലമായ കളിച്ചല്ലമായ തുമ്പട്ടിക്കല്ലോ പൊന്നുണ്ണിമായ അളകളി തുടങ്ങി പൊന്നറങ്കരിൻകുട്ടിയോ വന്നത്തെ പട്ടികളെ പൊന്നുണ്ണിമായ തുടങ്ങി ഉന്നാരകളി കുട്ടിയെ ത്തിന്റെ കൊമ്പത്തണ്ട് പൊന്നുണ്ണിമായ വടി തട്ടി 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 കളി തുടങ്ങുന്നു പിന്നെ കൊമ്പത്താണേ പൊന്നുണ്ണിമായ തട്ടി 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 മായ കളി തുടങ്ങുന്നേ ആടി കളിച്ചല്ലോ പൊന്നുണ്ണിമായ കളിച്ചല്ലോ പൊന്നറങ്കരിൻകുട്ടിയെ ആടി കളിച്ചല്ലോ പൊന്നുണ്ണിമായ കളിച്ചോ പൊന്നരകളി കുട്ടിയെ ആടാനും പാടാതെ കൂളിവാക പെണ്ണ് കളിക്കാനോ ഓമന ചാത്തന്മാരെ ആടാനും പാടാനോ കൂടി വക പെണ്ണ് കളിക്കാരി കുട്ടി പൊന്നുണ്ട് പോകേട്ട് അരമണി പൂട്ടി
കെട്ടിട മണ്ഡപത്തിൽ ചാടി തുള്ളിവായോ മക്കളെ കാണാനോ മരുമക്കളെ കാണാൻ തുള്ളിവായോ കേൾപ്പതുണ്ട് പരദേവതേ കേൾവിയൊന്ന് കേട്ടാലും ദൃശ്യവേക്ക് വാരം തുറന്ന് കേൾക്കണം കേൾതിരുമനം കൊണ്ടുകൊണ്ടേണം കണ്ടേ കൊണ്ട് അണിവിലാസ പുഞ്ചിരി കൈക്കൊള്ളേണം പടയ്ക്കും കുടയ്ക്കും ഇളകിയ പടയുടെ പൊന്നുപതിനെട്ടിൽ അമ്മതവാഴിമുണ്ടയ്യൻ ദൈവങ്ങളും അച്ഛന്റെ മകനെ ആദിമാൻകുട്ടി പൊന്നാര കരിങ്കുട്ടി സ്വാമി ഒന്ന് കേൾക്കുകയാണ് അങ്ങനെ 336 കുട്ടികുട്ടി ചാത്തന്മാരായിരിക്കുന്നു കുടിമണ്ണത്ത് പോയി കള്ള് കുടിച്ച് അമ്പിളി അവരായിരിക്കും നല്ല ലഹരി പകിരി പമ്പിരി പരമാനന്ദം മൂണ്ട് അരയിരിക്കുന്നു ഒരു നേരത്തെ ഓമന കരിങ്കുട്ടി മരം പറഞ്ഞു അല്ലയോ എന്റെ നാൾ ചേട്ടന്മാരെ ഇന്നായിരിക്കുന്നു വടക്കണഞ്ഞ മാമാങ്കവേല പൂരപുതുമയല്ലേ നമ്മൾക്കായിരിക്കുന്ന വട്ടേരുമനയോട് വഴിയാല വഴി പോയേ മതിയായുള്ള എന്ന് ഓമനാകരിൻകുട്ടി മനം നിന്ന് അരുളി ചെയ്യുന്നതാലോ അങ്ങനെ അവരായിരിക്കുന്നല്ലോ വെള്ളക്കാളവന്റെ പുറം കയറുന്നല്ലോ അവിടെ നിന്നായിരിക്കുന്നല്ലോ ഒരച്ഛൻ പട്ടീരമ്പുരാന്റെ മീനില്ലത്തോട് വഴിയാല വഴി ചെല്ലുന്നു ഒരു നേരത്തെ അച്ഛൻ പട്ടീരമ്പുരാനായിരിക്കുന്നു ഓമനാകരിൻകുട്ടി മനെ കണ്ടറിയുമ്പോ ചോദിച്ചു അല്ലയോ എന്റെ ഓമനാകരിൻകുട്ടി മനെ നീ ഇവിടെ വന്നത് എത്രയ്ക്കും മടകായിടാകരിൻകുട്ടി ചേർച്ചയായടാ മകനെ ഇന്നാണെങ്കിലോ വടക്കണഞ്ഞ മാമാങ്കവേല ഒരു പുതുമയല്ലേ ഞാനായിരിക്കുന്നു വടക്കണഞ്ഞ മാമാങ്കവേല ഒരു പുതുമാണ് വാനൊട്ടും വഴിയാലവടി പോവുകയാണ് നീയായിരിക്കുന്നു ഇട്ടിനാരായണ അങ്ങമ്പിള്ള വിണ്ണു വെങ്കിടാവിനെ കാവലോ നിൽക്കണ്ടേ ഓമന കരിങ്കുട്ടി മനെ എന്ന വണ്ണം പറഞ്ഞ് അച്ഛൻ പട്ടേരമ്പരാനായിരിക്കുന്നല്ലോ അവിടെ നിന്ന് വടിയാല വഴി പോരുന്നതാലോ അങ്ങനെ 335 കുട്ടികുട്ടിയാത്തന്മാരോ ഓമനാകരിൻകുട്ടി മകനങ്ങ് പടികളത്തിലങ്ങ് കാവലൂ നിൽക്കുന്നു ഒരു നേരത്തെ മറ്റത്തോരളയത് മുസ്സമ്പൂരി തമ്പുരാനെന്ന് കണ്ടോ ഇന്നായിരിക്കുന്നല്ലോ വടക്കടഞ്ഞ മാമാകവേല പൂരവുമില്ലേ വട്ടേവനക്കായിരിക്കുന്നു അച്ഛൻ തമ്പുരാനായിരിക്കുന്നു മേലില്ലത്ത് നിന്ന് വഴിയാല വഴി പോയിട്ടുണ്ടാകുമെന്നതിനെ മറ്റത്തോരായിരിക്കുന്നല്ല മുസ്സമ്പൂരി തമ്പുരാനായിരിക്കുന്നു അവിടെ നിന്ന് പട്ടേവനെ നോക്കി അങ്ങ് വഴിയാല വഴി പോരുന്നതാലോ മനക്കിലാടമരം വഴിയാല വഴി ചെല്ലുമ്പോ 335 കുട്ടി ചാത്തന്മാരുടെ കാവല് കണ്ടോ ഓമനാകരിൻകുട്ടി മകന്റെ കാവലിനെ കണ്ടോ മറ്റത്തൂരിളയത് മുസമൂതിരമ്പരാനായിരിക്കുന്നു പേടിച്ചു ഭയപ്പെട്ടു നിലവിനെ നിൽക്കുന്നു ഒരു നേരത്തെ ഓമനാകരിൻകുട്ടി മകനോട് പറഞ്ഞു അല്ലയോ എന്റെ ഓമനാകരിൻകുട്ടി മകനെ അകത്തേക്കിരിക്കുന്ന എട്ടിനാരായണേ കുഞ്ഞാത്തോല പെണ്ണുവെങ്കിടാവ് എന്റെ നേർപ്പങ്ങളാണിടാ മകനെ എനിക്കവളെ ഒന്ന് കണ്ടാ മതിയെന്ന് പട പറഞ്ഞു നിലവിനെ നിൽക്കുന്ന ഒരു നേരത്തെ ഓമനാകരിൻകുട്ടി മകനായിരിക്കുന്നു മറ്റത്തവരുടെ മുസമ്പൂരി തമ്പുരാൻ പറഞ്ഞ വാക്കുടുപനങ്ങളൊക്കെ
ശരിയാണെന്നൊക്കെ എങ്കിലേ അവിടെ നിന്നായിരിക്കുന്നു അകത്തുള്ള മസാലയോടെ അങ്ങ് കയറ്റി വിടുന്ന ഒരു കാലം. അങ്ങനെ മറ്റത്തൂരുടെ മുസ്തംബൂരമ്പരാനെ ആയിരിക്കും ഇട്ടിനാരായണങ്ങമ്പിള്ള പെണ്ണുവെങ്കിടാവ് കണ്ടറിയുമ്പോ അവരായിരിക്കുന്നു അകത്തിലെ മസാലയോടെ കൂട്ടിക്കൊണ്ടുപോരുന്നു. അഞ്ചരാമണി കട്ടിലുമേലിരുന്ന് പലമൊഴി കിളിവചനങ്ങൾ പറഞ്ഞ് അരവിരിക്കുന്നു. ഒരു നേരത്തെ ഓമനാകനെയും കുട്ടി മനന്നിരന്ന് കണ്ടു അകത്തേക്ക് പോയ വട്ടീരമ്പുരാനായിരിക്കുന്ന മുസ്തംബൂര് തമ്പുരാനെ ഇവിടം വരെയൊന്നും കാണാനില്ല. കാലരാമുക്കാൽ നാടിക നേരമായല്ലോ എന്ന വണ്ണന്തിനെന്ത് അകത്തോട്ടിരിക്കുന്ന വാതിലുകളൊക്കെ തള്ളി തുറന്നു നോക്കുമ്പോ ഇട്ടിനാരായണി കുഞ്ഞാത്തോല പെണ്ണുമെങ്കിടാവോ മറ്റത്തോരുടെ മുസ്തംബൂര് തമ്പുരാനുമായിരിക്കുന്നു ആയമോഹങ്ങളെ സംഗമങ്ങളൊക്കെ ചെയ്തൊഴിയുന്നു. ഒരു കാലത്ത് ഓമനാഗരി കുട്ടിമനഗിരി വാക്ഷര കോപങ്ങളൊക്കെയും വന്ന് പടജനിച്ചു കാണുന്നു. മറ്റത്തോരുടെ മുസ്തംബൂര് തമ്പുരാനെ ഇങ്ങോട്ട് പിടിച്ച് പുറത്തെല്ലാം പുറശാലയോടെ കൊണ്ടുവന്ന് 4-3-7 ഇളവ് തള്ളുന്നു. മുടിക്കുടമാചത്തെ കളഞ്ഞ് ബ്രഹ്മസ്യം പൂർണ്ണൂല് വലിച്ചു പൊട്ടിച്ചു. ശിഖരത്ത് 4-3-7 അടിയടിക്കുന്ന കരിങ്കുട്ടിയാണ്. അങ്ങനെ ഓമന കരിങ്കുട്ടിമാനായിരിക്കുന്ന മുസ്തംബൂരമ്മനാനെ ഇളവിനെ തള്ളുന്നു. ഒരു നേരത്തെ ഓമനാകനെയും കുട്ടിമാനോടെ മറ്റത്തോടുള്ള മുസ്തംബൂര് തമ്പുരാനും പറഞ്ഞു, എന്നെ അടിച്ചാടിക്കാൻ പകരം ചോദിച്ചില്ല എങ്കിൽ ഓമനാകനെയും കുട്ടിമാനെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു ഓമനാകനെയും കുട്ടിമാനോട് വെല്ലുവിളികളൊക്കെ നടത്തുന്നു. ഒരു നേരത്തെ മറ്റത്തൂരുടെ മുസ്തംബൂരും വരാനായിരിക്കുന്നു. മറ്റത്തൂർ നോക്കി അങ്ങ് വഴിയാല വഴി ചെല്ലുമ്പോ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുടെ തിരുനട തുറന്നു. മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയോട് കാര്യാർത്ഥങ്ങളൊക്കെ ഉണർത്തിച്ചു. അല്ലയോ എന്നമ്മേ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളി അമ്മ ഭഗവതിയുടെ തിരുനട ഞാൻ തുറക്കേണമെന്ന് വന്ന തിരുദീപങ്ങൾ ഞാൻ തെളിയിക്കണമെന്ന് വന്നാൽ ഓമന കരിങ്കുട്ടി മകനെന്നെ പുഞ്ചനെന്നോ ഒരു കാട്ടുപാടം മനക്കിൽ വെച്ച് 4-3-7 ഇളവ് തള്ളി മുടിക്കുടമാചത്തെ കളഞ്ഞ് ബ്രഹ്മസ്യം പൂർണ്ണൂല് വലിച്ചു പൊട്ടിച്ചു. ആയതിനെ പകരം ചോദിച്ചില്ല എങ്കില് മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുടെ തിരുനട ഞാൻ തുറക്കില്ല, തിരുദീപങ്ങൾ ഞാൻ തെളിയിക്കില്ല എന്ന വണ്ണമൊട്ടെ വാസുവചനങ്ങൾ ചെയ്തു ചെയ്യുന്ന കാലം. അങ്ങനെ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയായിരിക്കുന്നല്ലോ. ആയുധം കേട്ടോ തിരുവാക്ഷരോപങ്ങളൊക്കെ ഇവിടെ ജനിക്കുന്നല്ല. പള്ളിവാളെടുത്തോ പാടകവണിച്ചിടമ്പാലയെടുത്തോ പുഞ്ചനല്ലൂര് കാട്ടുപാടമ്മനെ നോക്കി വഴിയാല വഴി പോരുന്ന ഒരു നേരത്തെ പുറത്ത് കേട്ട് നിൽക്കുന്ന 10 കുട്ടി ചാത്തന്മാര് വെട്ടി നിണം കുടിച്ചോ. അകത്തെല്ലാം വശാലയോടെ കിടന്നു ചെല്ലുമ്പോ ഓമന കരിക്കുട്ടിമനോ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുമായിട്ട് കാലരാമുക്കാൽ നാഴിക നേരം അങ്ങ് യുദ്ധങ്ങളൊക്കെ തുടങ്ങി കാണുന്ന കാലം. അങ്ങനെ കാലരാമുക്കാൽ നാഴിക സമയം ചെല്ലുന്നോടേനത്ത് മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളി അങ്ങ് തോറ്റു പോകുമ്പോ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുടെ പള്ളിവാള് മേടിച്ചു അകന്തുടയിൽ വെച്ചങ്ങ് രണ്ടൊപ്പമാക്കി ഒടിച്ചു കളയുന്നു. ഒരു നേരത്തെ പുഞ്ചപ്പാടത്തോടെ കൊണ്ടുപോയി രാവ് തൊട്ട് പോലോളമങ്ങ് തേക്കും കൊട്ടുകാരെ അങ്ങ് ദേവിക്കുന്നു. ഒരു നേരത്തെ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളി ചോദിച്ചു, അല്ലയോ എന്റെ കരികുട്ടിമനെ നിന്റെ അച്ഛനാരെ അമ്മയാര് എന്ന വണ്ണം ചോദിക്കുമ്പോ ഓമനാകരികുട്ടിമനം പറഞ്ഞു, എന്റെ അച്ഛൻ ശ്രീ കൈലാസശ്രീ പരമേശ്വരൻ നല്ല അച്ഛനാണ് എന്ന വണ്ണം പറയുമ്പോ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയും പറഞ്ഞു, എന്റെ അച്ഛനും ശ്രീ പരമേശ്വരനാണ്, നമ്മൾ തമ്മിലായിരിക്കുന്നു ആങ്ങളെയും നിങ്ങളാണ് മകനെ എന്ന വണ്ണം പറയുമ്പോ എന്റെ പള്ളിവാളുകളത്താളങ്ങാലം ഞാനും നീയും തമ്മില് അംഗം വിട്ടുണ്ടായിരിക്കില്ല എന്ന് ഓമനാകരി കുട്ടിമാനോട് സത്യം ചെയ്യുന്ന ഒരു നേരത്തെ വെട്ടിമുടിച്ച 10 കുട്ടി ചാത്തന്മാരെ ഓമനാകരി കുട്ടിമാനെ ശ്രീഭദ്രകാളി തോറ്റിക്കൊടുക്കുമ്പോ ശ്രീഭദ്രകാളിയുടെ പള്ളിവാൾ ഓമനാകരി കുട്ടിമാനങ്ങ് തോറ്റിക്കൊടുക്കുന്ന അങ്ങനെ എവിടെ നിന്ന് വഴിയാല വഴി പോയി ഒരു വഴി മൂലം കൊണ്ട് മറ്റത്തോരുടെ സംബോധന
വഴി പോയോ ഒരു വഴി മൂലം കൊണ്ട് അവിടെ നിന്നായിരിക്കുന്നു അകത്തോട്ടിരിക്കുന്ന ഇട്ടിനാരായണി കുഞ്ഞാത്തോനെ ഒന്ന് കാണണം. അവളോടുകൂടെയുള്ള ഊണോട്ട് പൂജയായി വണങ്ങണം എന്ന വണ്ണം നിനന്റെ ഓമനാകരി കുട്ടിമനായിരിക്കുന്നല്ലോ. അകത്തിൽ ശാലയോടെ കടന്നു ചെല്ലുമ്പോ ഇട്ടിനാരായണി കുഞ്ഞാത്തോല പെണ്ണ് വെങ്കിടാതെ ഓമനാകരി കുട്ടിമനെ കണ്ടു പേടിച്ചു ഭയപ്പെട്ട് നിലവിനെ നിൽക്കുമ്പോ കുതിരയുടെ കാളാർമണിനാഥം കേൾക്കുമ്പോ വട്ടേര് തമ്പുരാന്റെ വരവുണ്ടെന്ന് കേട്ടറിയുമ്പോ ഓമനാകരിയും കുട്ടിമനം പറഞ്ഞു, ഓടാവുന്ന മക്കളൊക്കെ ഓടിക്കോ, വിളിക്കാവുന്ന മക്കളൊക്കെ വിളിച്ചോടാം. വടക്കണഞ്ഞ മാമാങ്കത്തിന് പോയ വട്ടേര് തമ്പുരാന്റെ വരവുണ്ടടാ എന്നവണ്ണം പറയുന്ന ഒരു നേരത്ത് ഓരോരോ 4 ചേട്ടന്മാര് 4 ദിക്കിലേക്ക് പൂക്കുളിക്കുന്ന ഒരു നേരത്ത് ഓമനാകരിയും കുട്ടിമനെ ഓടുവാനും മുടിക്കുവാനും തരം കിട്ടാതെ കണ്ട് ചാരകള്ള് പള്ളിവാതിലെന്റെ ഉളിമറ പറ്റിയങ്ങ് ഓമനാകരിയും കുട്ടിമകൻ നിലവിനെ നിന്ന് കാണുന്ന കാലം. അങ്ങനെ വട്ടേരമ്പരാനായിരിക്കും നീരിടത്ത് വരുമ്പോ ഇട്ടിനാരായണി കുഞ്ഞാത്തോല പെണ്ണ് വെങ്കിടാവേ കരഞ്ഞു കരഞ്ഞു മരം പൊഴിഞ്ഞടയിരിക്കുന്നു ഒരു നേരത്ത് ഇട്ടിനാരായണി തങ്ങമ്പിള്ള പെണ്ണിനോട് ചോദിച്ച് ഏതിനെ കൊണ്ടാണ് എന്റെ ഇട്ടിനാരായണി നങ്ങമ്പിള്ളേ ഇവിടെ നിന്ന് കരഞ്ഞേ കവരം പൊടിഞ്ഞ കാര്യം എന്തേതെന്ന് ചോദിക്കുമ്പോൾ വട്ടേരി തമ്പുരാനോട് പറഞ്ഞു, നിങ്ങളിപ്പോ വന്നില്ലായിരുന്നുവെങ്കിലും 336 കുട്ടി ചാത്തന്മാരെന്നെ തൊട്ടു തേണ്ടി കുലം പിടിപ്പിച്ചേ എന്റെ തമ്പുരാനെ എന്ന വണ്ണം പറഞ്ഞു നിലവിനെ നിൽക്കുമ്പോ ഇടമേ തിരിഞ്ഞു വലമേ നോക്കുന്ന ഒരു നേരത്തെ ഓമന കരിങ്കുട്ടിമനെ നിലവിനെ കണ്ടു. വട്ടേരി തമ്പുരാനായിരിക്കുന്നു ഓമന കരിങ്കുട്ടിമനെ ഇങ്ങോട്ട് പിടിച്ചോ. അല്ലയോ എന്റെ കരിങ്കുട്ടിമനെ നിന്റെ 4 ചേട്ടന്മാരെ ഇങ്ങോട്ട് പോയിടാ എന്ന വണ്ണം ചോദിച്ചറിയുമ്പോ ഓമന കരിങ്കുട്ടിമനും പറഞ്ഞു, എന്നെ 4 ചേട്ടന്മാരെങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. നിന്റെ 4 ചേട്ടന്മാരെങ്ങോട്ട് പോയാലും എനിക്കതിനെ കൊണ്ടും മതിയായാലും മതി പോരില്ല. നിന്നെ കാണിക്കുന്ന കാലക്കരിമനായൊന്ന് കണ്ടറിഞ്ഞോട കരിങ്കുട്ടിമകനെ എന്ന വണ്ണം പറഞ്ഞു നിലവിനെ നിന്ന് അടിതൊട്ട് മുടിയിലോണം ചൂടിക്കേറെ കൊണ്ട് വരിഞ്ഞുലക്കി കെട്ടി ഒന്നല്ലോ ചെമ്പടപ്പിനാലെ കൂട്ടി ചെമ്പടപ്പിനൂലെ അല്ലിച്ചെഞ്ചരക്കിനാലെ എടുത്തു വെച്ചു. ആയതേ കൊണ്ട് ഓമന കരിങ്കുട്ടിമനെ കിടത്തി എതിർഗമിച്ച് ഓടി കാണുന്നല്ലോ. മുകളിലെ വാഞ്ഞിരാകരം ഇട്ട് കെട്ടിച്ചു അടിയിലായിരിക്കുന്നു വാഗനെല്ലിവരയ്ക്കപ്ലാവിന്റെ ഉൾക്കാതിന് കൊണ്ടിട്ട് 4 നാഴിക ഹോമിക്കുന്ന നമ്പരാനേ. അങ്ങനെ 4 നാഴിക നേര സമയങ്ങളൊക്കെ ചെല്ലുമ്പോ വട്ടേര് തമ്പരാനെന്ന് എന്ത് കണ്ടോ തിരക്കിലെ കിടക്കുന്ന ഓമനാകരിയും കുട്ടിമകൻ കരിഞ്ഞു പോയിട്ടുണ്ടാകുമെന്നതിനെന്ത് ചിരക്കിനാല് തുറന്നു നോക്കുന്ന ഒരു നേരത്ത് ഓമനാകരിയും കുട്ടിമനായിരിക്കുന്നല്ലോ. വെള്ളക്കാളവന്റെ പുറത്ത് കയറി അറിയാൻ മടി മുച്ചാൻ മടി കാഞ്ഞിരക്കുറവടിയൊക്കെ കിലക്കി നിലവിനെ നിൽക്കുന്നു ഒരു നേരത്ത് വട്ടേരമ്പരാനായിരിക്കുന്നു പേടിച്ചോ ഭയപ്പെട്ടു. ഇരുകൈ കൂപ്പി വന്ദനാ കഴിഞ്ഞോ. ഓമനാ കരിങ്കുട്ടിയോട് ചോദിച്ചു, നീ അച്ഛന്റെ മകൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ മകനെ എന്ന വണ്ണം കാണുമ്പോ ഓമനാകരിൻകുട്ടിമകന്റെ ഒരു ഭാഗം കരിഞ്ഞിരിക്കുന്നു കാണുമ്പോ അന്ന് വട്ടേരമ്പരാൻ വിളിച്ച പേരാണ്. കുഞ്ഞിനല്ല ഒരു കാട്ടുമാടം കരിങ്കുട്ടി തീക്കുട്ടി എന്ന് പേര് വിളിച്ച തമ്പുരാന്. പേരല്ലേ മകനെ നിനക്ക് മരണത്തിൽ ചെല്ലുമ്പോ മരണ തൊട്ട് എന്ന് പേരല്ലേ മകനെ നിനക്ക്. മായത്ത് ചെല്ലുമ്പോ മായ പൊട്ടി എന്ന് പേരല്ലേ മകനെ നിനക്ക്. മരണ തൊട്ടി എന്ന് പേരല്ലേ മകനെ നിനക്ക്.
വഴി പോന്നു കരിങ്കുട്ടി ആറുനാഴികട്ടി 100 മായാദേശം അവതരിച്ചു കരിങ്കുട്ടി വഴി പോന്നു കരിങ്കുട്ടി ചെറുതായിട്ടൊരു വെള്ള പറച്ചില കുട്ടിയുടെ മായാവേഷത്തിലാണ് കാട്ടുമടമണയെന്ന് വഴി പോന്നു കരിങ്കുട്ടി ചെറുതായിട്ടൊരു നല്ല പറച്ചില കുട്ടിയുടെ മായാവേഷത്തിലാണ് കാട്ടുമടമണയിന്ന് വഴി പോന്നു കരിങ്കുട്ടിയെ ദേശങ്ങളവറതോടെ വഴിയാലെ വഴി ചെല്ലുമ്പോ മുക്കോല പെരുവഴിയിലെ വഴി ചെന്നു കരിങ്കുട്ടി ദേശങ്ങളപ്പുറത്തോടെ വഴിയാലെ വഴി പോരുമ്പോ പെരുവഴിയിൽ കരയിരുന്നോ കരിങ്കുട്ടിയെ കൂട്ടം തന്നെ തന്താനാടി ചെന്ന് അരയിരുന്നു കരിങ്കുട്ടി വഴി വരുന്നു കണ്ടോ കിഴപ്പുള്ളി തണ്ടായനാണ് പട്ലൻകൂട്ടൻ തന്നെ തന്നലയിൽ ചെന്ന് അരയിരുന്നു കരിങ്കുട്ടി വഴി വരുന്നുവല്ലോ കിഴപ്പുള്ളി തണ്ടായനേ തണ്ടായനോ ചെത്തുമല കഴിഞ്ഞിട്ട് ആ വഴിയെ വഴി പോരുമ്പോ കരിങ്കുട്ടി മകനെ കണ്ട് ചോദിച്ചറിഞ്ഞു കാണുന്നേ കിഴപ്പുള്ളി തണ്ടായനോ ചെത്തുമല കഴിഞ്ഞിട്ട് ആ വഴിയെ വഴി പോരുമ്പോ കുട്ടി മകനോട് ചോദിച്ചു തണ്ടായ അപ്പനുണ്ടോ മകന് അമ്മായുണ്ടോ നിനക്ക് ഉറ്റവരാരെങ്കിലുണ്ടോ ആരാകുന്നു എന്ന് ചോദിച്ചറിഞ്ഞു തണ്ടായ അപ്പനുണ്ടോ മകന് അമ്മായുണ്ടോ നിനക്ക് ഉറ്റവരാരെങ്കിലും ഉണ്ടോ ആരാകുന്നു എന്ന് ചോദിച്ചു തണ്ടായ അപ്പനിലേക്ക് അമ്മയോമില്ല ഉറ്റവരാരോമില്ല കുട്ടി എന്ന് പറഞ്ഞല്ലോ കരിങ്കുട്ടി അപ്പനിലേക്ക് അമ്മയോമില്ല ഉറ്റവരാരോമില്ല പറച്ചല കുട്ടി എന്ന് പറഞ്ഞല്ലോ കരിങ്കുട്ടിയെ എന്നാലോ മകന് എന്നുടെ കൂടെ നീ വഴി പോന്നു കരിങ്കുട്ടി പൂനൂട്ടും പൂജയ്ക്ക് കുറ്റമേ കുറവില്ലടാ എന്നാലോ മകനെ എന്നോട് കൂടെ നീ വഴിയാലെ വഴി പോന്നോടാ പൂനൂട്ടും പൂജയ്ക്ക് കുറ്റമേ കുറവില്ലേടാ പുള്ളി തണ്ടായിന്റെ അനുവാദത്തോടെ വഴിയാലെ വഴി പോരുന്നേ ഇത് പുള്ളി തണ്ടായിന്റെ അണവീട്ടിലേക്ക് അണിവരെ കാലത്ത്
കുറ്റമേ കുറവില്ലാതാ പുറ്റിലിരിക്കിനല്ല പെരുമ്പരത്തി വഴിയായ വഴി ചെല്ലുമ്പോ പന്തല്ലൂരി നല്ല ദേശങ്ങളോട് വഴിയായ വഴി ചെല്ലുമ്പോ കൊണ്ടുചെന്ന് മോനെ ഓമനകുട്ടി കരികുട്ടി മോനെ കുടിവയ്ക്കാനുടമുണ്ട് നീ കുടിവയ്ക്കാൻ തുടങ്ങി മുക്കോണിയിലുള്ള പൊന്നാളിയ കുറവന്മാർക്ക് കുടിവച്ചു കാണുന്ന